ആദരണീയരായ ഉസ്താദന്മാര്, സ്നേഹനിധികളായ സഹോദര സഹോദരിമാര്, പ്രത്യേകിച്ച് റേഡിയോ ശ്രോതാക്കളായ സുഹൃത്തുക്കള്, അല്ലാഹു തആല ഞാൻ പറയുന്നതും കേൾക്കുന്നതും അല്ലാഹു തആല സ്വീകരിച്ച് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന നാഫിയായ ഇൽമിൽ അല്ലാഹു പെടുത്തി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ. പിന്നെ നമ്മുടെ തൈബ മൻസിലുള്ള അബൂ സിനാൻ ഉസ്താദ് സലാം സംബന്ധമായ ഒരുപാട് ഇഷ്കാലുകളും മറുപടികളും തീർത്തു. ഞാൻ ഇന്ന് എന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും സാധുവായ ഞാൻ കൈകാര്യം ചെയ്തു വരുന്നത് മയ്യത്ത് പരിപാലനമാണ് എന്നെല്ലാവർക്കും അറിയാം. ഇതുവരെ നമ്മൾ കൈകാര്യം ചെയ്തിരുന്നത് ഫ്രഷായ മയ്യത്തിനെയായിരുന്നു. കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ അതിന്റെ അഫ്ളലായ അക്മലായ രൂപത്തിൽ വ്യത്യാസം വന്നാലും നിർബന്ധങ്ങളൊക്കെയും വീടുന്ന രൂപത്തിൽ തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്തിരുന്നത്. ഇന്ന് എല്ലാ ശ്രോതാക്കളും വളരെ കാലോചിതമായി അറിയേണ്ട സുപ്രധാനമായ പല മസ്അലകളിലേക്കും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇന്ന് പല മയ്യത്തും നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ രക്തം ഒലിക്കുകയും തുന്നിപ്പിടിപ്പിച്ചതും കുലിപ്പിച്ച് കഴിയുമ്പോഴേക്ക് അറ്റാക്കായി മരിച്ചവരുടെ വായയിൽ നിന്ന് രക്തം വരുന്നതും, ആക്സിഡന്റ് മരണങ്ങളാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്ത് കുലിപ്പിച്ച് കഴിയുമ്പോഴേക്ക് രക്തം വരുന്നു, അല്ലെങ്കിൽ കുലിപ്പിച്ച് കഴിഞ്ഞ് കഫൻ ചെയ്യുമ്പോഴേക്ക് കഫൻ തുണിയിൽ രക്തമാകുന്നു. ചിലപ്പം ആ മയ്യത്ത് നടന്നു പള്ളിയിലേക്ക് എത്തുമ്പോഴേക്ക് എന്ത് സംഭവിക്കുന്നു? മയ്യത്തിന്റെ കഫൻ തുണിയിൽ രക്തം വരുന്നു. അതല്ലെങ്കിൽ മയ്യത്ത് കഫൻ ചെയ്ത് കഴിഞ്ഞു നിസ്കരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും നജസായ വസ്തു മയ്യത്തിൽ നിന്ന് പുറപ്പെട്ടു. പള്ളിയിൽ എത്തിയിട്ടാണ് ഈ സംഭവം നടന്നത്. പള്ളിയിൽ വെച്ച് ആ മയ്യത്തിനെ ഇനി കുളിപ്പിക്കാൻ അല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കാൻ സൗകര്യമില്ല. ഇങ്ങനത്തെ സന്ദർഭങ്ങളിലെല്ലാം ചിലപ്പോൾ ഞാൻ ഒരു സാധാരണ ചില അവസ്ഥകൾ പറയുന്നതാണ്. ചിലപ്പം അവരുടെ ചുറ്റുഭാഗത്തൊക്കെയും ഉസ്താദന്മാരുണ്ടെങ്കിലും ഒരു സാന്ദർഭികമായി ഒരു ബേജാറിഞ്ഞ് എന്തു ചെയ്യണം ഈ മയ്യത്തിനെ കൊണ്ട്. നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും സഫ് കെട്ടിയിരിക്കുകയാണ്. മയ്യത്തിൽ നിന്ന് അതാ രക്തം ഒന്നായിട്ട് തുഞ്ഞുപൊട്ടി രക്തം വരുന്നു. പള്ളിയിലാണ് മയ്യത്ത്, നിസ്കരിക്കാൻ എല്ലാവരും സഫ് കെട്ടിയിരിക്കുന്നു. മയ്യത്തിന്റെ കഫൻ തുണി രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അല്ലാഹു തആല അത്തരം അവസ്ഥകളെ തൊട്ട് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പക്ഷേ ഇന്ന് വളരെ കാലോചിതമായി ഇത്തരം സന്ദർഭങ്ങളിലൊക്കെയും പല മയ്യത്തും നമ്മുടെ കൺമുന്നിൽ കാണുകയാണ്. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ എന്താണ് ഈ മയ്യത്തിനെ കൊണ്ട് ചെയ്യേണ്ടത്? അത് ഓരോ മുഅ്മിനീങ്ങളും പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട, അത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ഇനി എന്ത് ചെയ്യണം ഈ മയ്യത്തിനെ കൊണ്ട് എന്നുള്ള അവസ്ഥ വരാതിരിക്കാൻ അല്ലാഹു തആല നമ്മുടെ ഇത്തരം ക്ലാസ് റൂമുകളിലൂടെ അത്തരം വിഷയങ്ങളുടെ ആധികാരികമായ മറുപടികളും വിഷയങ്ങളും മനസ്സിലാക്കി ആവശ്യമുള്ള സമയത്ത് നമ്മളൊക്കെയും അത് ഫേസ്ബുക്കിലാക്കാൻ ശ്രമിക്കുന്നതിനു പകരം, വാട്സപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനു പകരം ഇവരെയൊക്കെയും കൈകാര്യം ചെയ്യേണ്ട മസ്അല ഇന്നതാണ്. അത് ഞാൻ പ്രവർത്തിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന KMIC-യിലൂടെ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഞാനൊരു വാക്ക് ഉണർത്താൻ കാരണം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെയും നമ്മൾ പല തമാശകൾക്കും വേണ്ടി അത് ഫേസ്ബുക്കിൽ വിടാനുള്ള തിരക്കിലും വാട്സപ്പിൽ വിടാനുള്ള തിരക്കിലുമാണ്. ഇതെല്ലാം തമാശകളാണ് ഇന്ന് ജനങ്ങൾ. കാരണം അത്തരം രംഗങ്ങളിലൊക്കെയും നമുക്ക് അതൊക്കെയും വളരെ സാന്ദർഭികമായി നാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു മനുഷ്യൻ നടുറോട്ടിൽ രക്തം കൊണ്ട് പിടയുന്ന സമയത്ത് അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന ആഗ്രഹം ഇന്ന് പലവരുടെ മനസ്സിൽ നിന്നും പോയി. ആ നടുറോട്ടിൽ രക്തം കൊണ്ട് പിടയുന്നവന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും വിടുന്നതിന്റെ തിരക്കിലാണ് ഇന്ന് നല്ലൊരു വിഭാഗം ജനങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു അപകടം പിടിച്ച മയ്യത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള വിഷയവും, അതുപോലെ തന്നെ മരണത്തിനു ശേഷം ഒരു വ്യക്തിയിൽ നിന്ന്
പിരിഞ്ഞു പോന അവയവം നമ്മുടെ കയ്യിൽ കിട്ടിയേക്കാം. ഞാൻ പഠിക്കേണ്ട മസ്അല ആദ്യം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ തുടർഭാഗം ഒരു 1-2 ക്ലാസ്സിലായി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കണം. ഞാൻ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഇത് പഠിക്കേണ്ടത് തന്നെയാണ്. ശ്രദ്ധിക്കണം, ഇത് പഠിക്കേണ്ടത് തന്നെയാണെന്ന് ഞാൻ ആദ്യം ഒന്ന് ബോധ്യപ്പെടുത്തട്ടെ. ഒരു വാഹന അപകടം നടക്കുകയാണ്. ഗൾഫിലെ വാർത്താനല്ല പറഞ്ഞത്, പല സ്ഥലത്തുണ്ട്. ഗൾഫിൽ അങ്ങനെ ആക്സിഡന്റ് പറ്റിയാൽ മയ്യത്ത് പറ്റല്ല, അല്ലെങ്കിൽ ആ വ്യക്തിയെ കടക്കും മറ്റു വിഷയങ്ങൾ. ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ്. ആ വാഹനത്തിൽ അമുസ്ലിമീങ്ങളുമുണ്ട് മുസ്ലിമീങ്ങളുമുണ്ട്. ആക്സിഡന്റ് സംഭവിച്ചു, പെട്ടെന്ന് എല്ലാരും പാടെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. കുറച്ചാളുകൾ അതിന് മരിച്ചു, കുറച്ചാളുകൾ മരിച്ചിട്ടില്ല. സംഭവിക്കുന്നതല്ല മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത് സംഭവിക്കുന്നതാണല്ലോ. പക്ഷേ അങ്ങനെ കുറച്ചാളുകൾ 1-2 ആളുകൾ അതിൽ നിന്ന് മരിച്ചു. ആ വാഹനത്തിൽ അമുസ്ലിമീങ്ങളും ഉണ്ടായിരുന്നു മുസ്ലിമീങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ആക്സിഡന്റ് സംഭവിച്ച അപകട സ്ഥലത്ത് വെച്ച് ഒരു അവയവം കയ്യിൽ കിട്ടുകയാണ്, അല്ലെ? ഒരു അവയവം കിട്ടി, അല്ലെങ്കിൽ ഒരു വിരലിന്റെ തുമ്പ് കിട്ടി, അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ഒരു എല്ലിന്റെ കഷ്ണം കിട്ടി ആക്സിഡന്റ് അപകട സ്ഥലത്ത് നിന്ന്. പക്ഷെ 2 ആളും മരിച്ചിരിക്കുന്നു. മരിച്ചവർ 2 ആളും, ഒരാള് മുസ്ലിമാണ്, ഒരാള് അമുസ്ലിമുമാണ്. ഈ ആക്സിഡന്റിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോഴേക്ക് 2 ആളും മരിച്ചു. അതിൽ ഒരാള് മുസ്ലിമാണ്, ഒരാള് അമുസ്ലിമാണ്. ഇവിടെ അപകടം പറ്റിയ സ്ഥലത്തിൽ നിന്ന് ഒരു എല്ലിന്റെ കഷ്ണം കിട്ടിയിട്ടുണ്ട്, ഒരു വിരൽ തുമ്പ് കിട്ടിയിട്ടുണ്ട്. ഈ വിരൽ തുമ്പ് ആരുടേതാണ് എന്നറിയുന്നില്ല. അമുസ്ലിമിന്റേതാണോ മുസ്ലിമിന്റേതാണോ എന്നറിയുന്നില്ല. അമുസ്ലിമിന്റേതാണെങ്കിൽ അതിന്റെ വിധി വേറെയാണ്, മുസ്ലിമിന്റേതാണെങ്കിൽ അതിന്റെ വിധി വേറെയാണ്. പക്ഷെ ഇത് മുസ്ലിമിന്റേതാണെന്ന് വ്യക്തമായി, അപ്പോൾ അതിന്റെ വിധി ഞാൻ മനസ്സിലാക്കണം. അമുസ്ലിമിന്റേതാണ് ഈ കഷ്ണം, ഈ ശരീരത്തിന്റെ ഭാഗം എന്ന് വ്യക്തമായാൽ അതിന്റെ വിധിയും. പക്ഷെ ഇത് തിരിച്ചറിയാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നു, അല്ലെ? പലപ്പോഴും എത്രയോ സ്ഥലങ്ങളിൽ സംഭവിക്കുന്നു. നമുക്കൊരു എല്ലിന്റെ കഷ്ണം കിട്ടുന്നു അപകട സ്ഥലത്ത് നിന്ന്, നമുക്കൊരു വിരലിന്റെ കഷ്ണം കിട്ടുന്നു അപകട സ്ഥലത്തിൽ നിന്ന്. ഈ ആക്സിഡന്റിൽ അമുസ്ലിമും മുസ്ലിമും മരിച്ചിട്ടുണ്ട്. വെറും മുസ്ലിമീങ്ങളാണ് മരിച്ചത്, അങ്ങനെയുമാവാം ഒന്ന്. ഇനിയോ ആക്സിഡന്റ് സംഭവിച്ചു, അതിൽ നിന്ന് 2 ആള് മരിച്ചു. 2 ആളും മുസ്ലിമീങ്ങളാണെന്ന് തന്നെ കൂട്ടിക്കോലു. 2 ആള് അമുസ്ലിമീങ്ങളുമാണ്. പക്ഷെ അവയവം കിട്ടി, ഒരു വിരലിന്റെ കഷ്ണം കിട്ടി. ഇത് മരിച്ചവരുടേതാണോ മരിക്കാത്തവരുടേതാണോ എന്ന് തിരിച്ചറിഞ്ഞില്ല. സംഭവിച്ചല്ലോ. 2 ആള് മരിച്ചു കിടക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ ആക്സിഡന്റിൽ, 2 ആള് ICUയിൽ കിടക്കുന്നുണ്ട്. അപകട സ്ഥലത്ത് നിന്ന് എന്ത് കിട്ടുന്നു? ഒരു മാംസത്തിന്റെ കഷ്ണം കിട്ടുന്നു. ഇത് മരിച്ച ആളുടേതാണെന്നും അറിയില്ല, മരിക്കാത്ത ആളുടേതാണെന്നും അറിയില്ല. സംഭവിക്കുന്ന, ഇന്ന് കാലോചിതമായി സംഭവിക്കുന്ന അവസ്ഥകളാണ് ഞാൻ നിങ്ങളെ ആദ്യം ബോധ്യപ്പെടുത്തുന്നത്. ഇതിനെല്ലാം വളരെ വ്യക്തമായി ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ അതിന്റെ മസ്അലകൾ പറയുന്നു. ഇനി അതൊക്കെയും നിൽക്കട്ടെ, ഒരു ഭാഗത്ത് നിന്ന് ഒരു വിരലിന്റെ കഷ്ണം കിട്ടുകയാണ്. അവിടെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്, എന്നോ സംഭവിച്ചതാണ്. പക്ഷേ ഈ അപകടം സംഭവിച്ച വ്യക്തി മരിച്ചോ ഇല്ലേ എന്ന് യാതൊരു വിവരവും ഇല്ല. സംഭവിക്കാം. ഇത് മരിച്ച വ്യക്തിയുടെ ശരീരത്തിന്റെ ഭാഗമാണോ മരിക്കാത്ത വ്യക്തിയുടെ ശരീരത്തിന്റെ ഭാഗമാണോ ഒന്നും അറിയില്ല. ഒരു അവയവം കിട്ടി, അത് മരിച്ചവന്റേതാണോ മരിക്കാത്തവന്റേതാണോ അറിയില്ല. അതുപോലെ തന്നെ ഇത് മുസ്ലിമിന്റേതാണോ അമുസ്ലിമിന്റേതാണോ അറിയില്ല. ഇതെല്ലാം ഇന്ന് നമ്മുടെ വാർത്താമാധ്യമങ്ങളിലും നമ്മുടെ മുമ്പുകളിലും കണ്ടും കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ സാഹചര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു തആല നദറോട്ടിൽ വെച്ച് രക്തം ഛിന്നഭിന്നമായി, മാംസം ഛിന്നഭിന്നമായി മരിക്കുന്ന സാഹചര്യങ്ങളെ തൊട്ട് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. പക്ഷേ ഒരു വ്യക്തിയുടെ ഒരവസ്ഥ ഇങ്ങനെ വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഒന്നുകൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ട,
ഇനി നമ്മൾ അറിയേണ്ട മസ്അലകളിൽ നിന്ന് ചിലതുകൂടി ഞാൻ ആദ്യം ഒന്ന് ഉണർത്തട്ടെ. അഥവാ ഒരു വ്യക്തിയിൽ നിന്ന് രക്തം വന്നുകൊണ്ടേയിരിക്കുക, കുളിപ്പിക്കൽ നടക്കുന്നു, എന്ത് ചെയ്തിട്ടും രക്തം നിൽക്കുന്നില്ല. എവിടെയോ ആക്സിഡന്റ് മരണമാണെന്ന് കൂട്ടിക്കോല്. പ്രത്യേകിച്ച് അവരെ ശ്രദ്ധിക്കേണ്ടത് അറ്റാക്കും മരണത്തിലൊക്കെയും അങ്ങനെ പലപ്പോഴും സാധുവായ ഞാൻ കണ്ടിട്ടുണ്ട്. വായയിൽ നിന്ന് രക്തം വന്നും കൊണ്ടേയിരിക്കുന്നുണ്ടാവും, എന്തു ചെയ്തിട്ടും രക്തം നിൽക്കുന്നില്ല. അതല്ലെങ്കിൽ ആ വ്യക്തി മരിക്കുന്നതിന് മുമ്പ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു, ഇല്ലേ? ഇന്നെത്രയോ രോഗികൾ ചിലപ്പം മലം പോവാത്തതിന്റെ പേരിൽ വാരിയല്ലിന്റെ ഭാഗത്ത് പ്രത്യേക ദ്വാരമുണ്ടാക്കി മലം പുറത്തേക്കെടുക്കാൻ വേണ്ടി പ്രത്യേകമായ ദ്വാരമുണ്ടാക്കുന്ന എത്രയോ രോഗികൾ. ഇപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ് എടുക്കുമ്പോ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും, പ്രത്യേകിച്ച് അമല, ജൂബിലി പോലത്തെ ഹോസ്പിറ്റലുകളിലേക്ക് എത്രയോ രോഗികൾ. ഇന്ന് രാവിലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ നല്ല റാഹത്തായി ടോയ്ലറ്റ് പോയി റാഹത്തായി. പക്ഷേ ഇന്നലെ കഴിച്ച ഭക്ഷണം അള്ളാഹു നൽകിയ ദ്വാരത്തിലൂടെ പോവാത്തതിന്റെ പേരിൽ ഇടത്തെ വാരിയല്ലിന്റെ താഴ്ഭാഗത്ത് ദ്വാരമുണ്ടാക്കി പൈപ്പുണ്ടാക്കി ബാഗിലേക്കായി മലം പുറത്തേക്കെടുക്കുന്ന എത്രയോ രോഗികൾ കേരളത്തിലെ ഓരോ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അങ്ങനത്തെ രോഗി മരിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു? ആ ദ്വാരത്തിലൂടെ മലമോ മൂത്രമോ അതല്ലെങ്കിൽ രക്തമോ വന്നുകൊണ്ടിരിക്കുന്നു. എന്തു ചെയ്തിട്ടും അത് നിൽക്കുന്നില്ല, പഞ്ഞി വെച്ചിട്ട് നിൽക്കുന്നില്ല. എന്നാൽ ആ മയ്യത്തിനെ അങ്ങനത്തെ ഒരു മയ്യത്തിനെ കുളിപ്പിക്കുന്ന സമയത്ത് അവിടെ നാം ചിന്തിക്കേണ്ട ഏത് സമയത്ത് എപ്പോഴാണ് അല്ലാഹുവേ ഇങ്ങനെ എന്റെ കുടുംബത്തിൽ സംഭവിക്കുക, അല്ലെങ്കിൽ എന്റെ അയൽപക്കത്ത് സംഭവിക്കുക, അല്ലെങ്കിൽ എന്റെ രാജ്യത്ത് സംഭവിക്കുക. ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഞാൻ ഈ മയ്യത്ത് കൊണ്ട് എന്തു ചെയ്യണം? അത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ഉസ്താദന്മാർക്ക് ഫോം വിളിച്ചാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അല്ലാഹു തആല ഇങ്ങനെ ഞാൻ പറയാൻ ആമുഖമായി ഉണർത്തിയത്, ഇതുവരെ നമ്മൾ കൈകാര്യം ചെയ്തത് ഇങ്ങനത്തെ തകരാറുകളൊന്നും ഇല്ലാത്ത ഒരു മയ്യത്തെ എങ്ങനെ കുളിപ്പിക്കണം, എങ്ങനെ കഫൻ ചെയ്യണം, ഖബർ അടക്കേണ്ട രൂപങ്ങളൊക്കെയും പറഞ്ഞു. ഇനി അതിലും ചില സാന്ദർഭികമായി പറയേണ്ട ചില മസ്അലകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് ഇനി ഒന്നുകൂടി പറയുന്നു. മടക്കി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ വീണ്ടും മടക്കി ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. അതു സംബന്ധമായ വിഷയങ്ങളിലേക്കാണ് ഞാൻ ഇന്ന് ആമുഖമായി കടക്കുന്നത്. സാധുവായ എനിക്ക് ഞായറാഴ്ച അവധിയാണ്. പക്ഷെ രാവിലെ പോയി വീട്ടിൽ തിരിച്ചെത്തിയപ്പോ വീട്ടിൽ സുഖമായി ഇരിക്കുകയാണ്. ഭാര്യ ഉമ്മുറയ്യാനും കുട്ടികളൊക്കെ വിരുന്നും പെയ്ക്കണ്. അപ്പൊ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നപ്പം എന്നാ പിന്നെ ഒറ്റയ്ക്കിരിക്കണ്ട, KMIC-യിൽ ഇരിക്കാച്ചിട്ട് കയറിയതാണ്. അപ്പൊ ഇനിയൊരു പ്രത്യേകമായ ലൈവ് ക്ലാസ്സുകളൊന്നും ഇല്ല എന്ന് അറിഞ്ഞപ്പോ ക്ലാസ് റൂമിൽ വന്നതാണ്. അതുകൊണ്ട് ഇനി നമ്മൾ പഠിക്കേണ്ട, നിർബന്ധമായും അത്യാവശ്യമായും പ്രധാനമായും അറിയേണ്ട മസ്അലകളിലേക്ക് ഞാൻ ആദ്യമായി നിങ്ങളെ സൂചന നൽകിയതാണ് ഇത്. അതുകൊണ്ട് ഈ സമയത്തുള്ളവരും നമ്മുടെ മുഴുവൻ ശ്രോതാക്കളും അവനവന്റെ കുടുംബത്തിലും അവനവന്റെ നാട്ടിലുള്ള സംഘടനാ പ്രവർത്തകരെ, ഞാൻ എന്റെ SYS-ന്റെ SSF-ന്റെ അതുപോലെ തന്നെ ഗൾഫുകളിലിരുന്ന് ICF-ന്റെ പ്രവർത്തകരുടെ RSE-യുടെ പ്രവർത്തകരോടൊക്കെയും ഞാൻ പറയുന്നു, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ഗൾഫ് മേഖലയിലൊക്കെയും നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരം ക്ലാസുകൾ നമ്മുടെ സംഘടനാ പ്രവർത്തകർക്ക് നൽകി നമ്മുടെ ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലായാലും ഗൾഫ് മേഖലകളിലായാലും ഇങ്ങനത്തൊക്കെയും അപകട സന്ദർഭങ്ങളിൽ നമ്മുടെ സംഘടനാ പ്രവർത്തകർ ആ സമയത്ത് ജാഗരൂകരായി രംഗത്ത് വന്ന് അതെല്ലാം കൈകാര്യം ചെയ്യാനും അങ്ങനത്തെ മയ്യത്തുകളെ കുളിപ്പിക്കാനും നിസ്കരിക്കേണ്ട രൂപവും ഒക്കെയും നമ്മുടെ സംഘടനാ പ്രവർത്തകർക്കൊക്കെയും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഈ സമയത്ത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കളോടും നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മളുമായി ബന്ധപ്പെട്ട ചെറുപ്പക്കാരിലേക്ക് ഇങ്ങനെ ആധുനികപരമായി നാം അറിഞ്ഞിരിക്കേണ്ട, സാന്ദർഭികമായി നാം അറിഞ്ഞിരിക്കേണ്ട എല്ലാ മസ്അലകളും വക്കോട് വെച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉസ്താദന്മാരെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചിട്ടോ ഒക്കെയും സജ്ജമാക്കിയെടുക്കണമെന്ന് സാന്ദർഭികമായി
ഞാൻ നിങ്ങളെ ഉണർത്തി അല്ലാഹു തആല മുഴുവൻ സംശയങ്ങളും തീർക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. പിന്നെ ഫുള്ള് സംശയം തീർക്കുക എന്നുള്ളതൊരു മനുഷ്യന് സാധ്യമല്ല. ഇപ്പൊ നമ്മുടെ അബൂസിനാൻ ഉസ്താദ് ക്ലാസ് എടുത്തപ്പോ ഓരോരുത്തരും ഓരോ സംശയം അവസാനിച്ച് എക്കാശക്ക് നീങ്ങി മരിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അല്ലാഹു തആലയിലുള്ള പരിപൂർണമായ യഖീനോട് കൂടെ ഇസ്ലാമിക വിശ്വാസങ്ങളിലുള്ള പൂർണ്ണമായ യഖീനോട് കൂടെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മുമ്പൊരുത്തൻ ഒരു ഉസ്താദിന്റെ അടുക്കൽ വന്ന് ഓരോ സംശയങ്ങൾ ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, നീ മോനെ നീ ഒരു പണി ചെയ്യ്, നിനക്കുള്ള മുഴുവൻ സംശയങ്ങളും ഒരു കടലാസിൽ എഴുതി നീ കൊണ്ടുവാ എന്ന് പറഞ്ഞു. ആ ഉസ്താദിന്റെ കൽപ്പന പ്രകാരം ആ വ്യക്തി എന്തു ചെയ്തു? അദ്ദേഹത്തിനുള്ള മുഴുവൻ സംശയങ്ങളും മാസങ്ങളോളം ഇരുന്ന് വെള്ളപ്പേപ്പറിൽ എഴുതി ഉസ്താദിന്റെ അടുക്കൽ വന്നു. ഉസ്താദിന്റെ അടുക്കൽ വന്നപ്പോ ഉസ്താദ് പറഞ്ഞു, മോനെ മുഴുവൻ ചുരുത്ത് എന്ന് പറഞ്ഞു, നീ എഴുതി ഉണ്ടാക്കിയത് മുഴുവൻ ചുരുത്ത് എന്ന് പറഞ്ഞു. ചുരുത്തി ഉസ്താദ് പറഞ്ഞത് സ്വീകരിക്കണമല്ലോ. അങ്ങനെ ചുരുത്തിയതിനു ശേഷം ഉസ്താദ് പറഞ്ഞു, മോനെ കടപ്പുറത്തേക്ക് പോ. എന്നിട്ട് കടലിലേക്ക് പോയി താൻ എഴുതിണ്ടാക്കിയ മുഴുവൻ സംശയങ്ങളും ചുരുത്തി കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഉസ്താദിന്റെ അടുക്കൽ തിരിച്ചെത്തിയപ്പോൾ ഉസ്താദ് ചോദിച്ചു, മോനെ നിന്റെ സംശയങ്ങളൊക്കെ നീങ്ങിയോന്ന് ചോദിച്ചു. ഇല്ല ഉസ്താദെ, ഒരു സംശയം കൂടി ബാക്കിയുണ്ട്. അതെന്താ മോനേന്ന് ചോദിച്ചു. ഞാൻ ആ എറിഞ്ഞ കടലാസല ഉസ്താദ് ആദ്യം പറഞ്ഞിരുന്നു, ആ സംശയങ്ങളൊക്കെ നീ എറിഞ്ഞ് കടലിൽ കൊണ്ടുപോയി താത്ത് എന്ന് പറഞ്ഞിരുന്നു. തിരിച്ചു വന്നു, നിന്റെ സംശയങ്ങൾ തീർന്നോന്ന് ചോദിച്ചു. ഇല്ല ഉസ്താദെ, ഒരു സംശയം കൂടി ഇപ്പോഴും ബാക്കിയുണ്ട് എന്നാണ്. അതെന്താന്ന് ചോദിച്ചു. ഞാൻ ആ എറിഞ്ഞത് വള്ളത്തിൽ മുങ്ങിയോ അതല്ല കടലിൽ പൊങ്ങിക്കിടക്കാനോ എന്ന സംശയം കൂടി എനിക്ക് ബാക്കിയുണ്ട് എന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ സംശയം പൂർണ്ണമായും തീർക്കാൻ ചിലപ്പം സാധിച്ചോളം എന്നില്ല, എങ്കിലും നിർബന്ധമായ ബാധ്യതകളിലുള്ള സംശയം തീർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വഴിയായി വരികയാണ്. എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി. ഇനിയൊരു മയ്യത്തിന് നജസ് പുറപ്പെട്ടാൽ, രക്തം വന്നാൽ, കുളിപ്പിച്ചതിനു ശേഷം രക്തം വന്നാൽ, നിസ്കാരത്തിന്റെ മുന്നേ രക്തം വന്നാൽ, നിസ്കാരത്തിന്റെ ശേഷം രക്തം വന്നാൽ, മറ മാറുന്നതിന് മുമ്പ് രക്തം വന്നാൽ, ഇങ്ങനെ ഞാൻ വഴിയായി കൊണ്ടുവരുമ്പോ നിങ്ങൾക്കിത് മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാനും നിങ്ങൾക്ക് ഉപകരിക്കും എന്ന നിലക്കാണ് ഞാനിങ്ങനെ വഴിയായി വരാം. അതിന്റെ മുന്നോടിയായി ആദ്യമായി 1-2 ആൾക്കാരുടെ ഇഷ്കാലി ഞാൻ തീർക്കുകയാണ്. ഒരിക്കൽ ഞാൻ ക്ലാസ് എടുത്തപ്പോ സാധുവായ ഞാൻ പറഞ്ഞു, ഇത് കറാമത്തൻ നിലക്ക് ഒരു മയ്യത്തിനെ കൊലുപ്പിച്ചാൽ ഇനി ജീവിച്ചിരിക്കുന്നവർ ആ മയ്യത്തിനെ കൊലുപ്പിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ആദർശത്തിന്റെ ഭാഗമാണല്ലോ. ഒരു സുന്നി ആശയം കൂടിയുണ്ട്. അതായത് ഔലിയാക്കന്മാരുടെ കറാമത്ത് മരണാനന്തരം മുറിയുകയില്ല എന്നൊരു ആദർശത്തിന്റെ ഭാഗം കൂടി അതിലുണ്ട്. അതുപോലെ തന്നെ ഒരു മസ്അല പ്രശ്നവുമുണ്ട്. മസ്അല ഉള്ളത് അങ്ങനെ തന്നെയാണ്. എങ്ങനെ തന്നെ? ഒരു വലിയ മരിച്ചു കിടക്കുന്നു, മരിച്ചു. ആ വലിയന്റേതായ മയ്യത്ത് സ്വന്തമായി മരണത്തിനു ശേഷം കുലിപ്പിച്ചു. മരിക്കുന്നതിന് മുമ്പ് കുലിപ്പിക്കല്ല. അത് മുമ്പ് നമ്മുടെ മുസ്തഫ ആലൂര് ചോദിച്ചിരുന്നു, മരിക്കുന്നതിന് മുമ്പ് മരണത്തെ അറിഞ്ഞും കൊണ്ട് കുലിപ്പിച്ചാൽ അതെന്താ വിധി? അത് മാറ്റി കുലിപ്പിക്കണം. അത് കുലിപ്പിക്കാൻ നിർബന്ധ. നമ്മുടെ ചർച്ച അതെയല്ല. അങ്ങനെ മരണത്തെ അറിഞ്ഞവരൊക്കെയുമുണ്ട്. പല പ്രാവശ്യം നമ്മുടെ ക്ലാസ് റൂമിൽ പറഞ്ഞതാ. ഷെയ്ഖുന ഓക്കെ ഉസ്താദിന്റെ ഷെയ്ഖായ മഹാനായ ചെറിയ മുണ്ടം കുഞ്ഞിപ്പോക്കൽ മുസ്ലിയാർ മരിക്കുന്ന വെള്ളിയാഴ്ച മരിക്കുന്ന അന്ന് രാവിലെ 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് മൈക്ക് എടുക്കണം, ബാങ്ക് കൊടുക്കുന്നുണ്ട്. പലവർക്കും പല ഇഷ്കാലുകളും വന്നിട്ടുണ്ട്. ആ ഇഷ്കാലുകളൊക്കെ ഇങ്ങനെ തീർത്തു പോവുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇതുവരെ കേട്ട ഈ ക്ലാസുകൾ ഫുള്ള് കേട്ടവരൊക്കെയും ഇത് ഈ ബാക്കിയുള്ള 1-2 ക്ലാസുകൾ കേട്ടാലേ ഇനി മയ്യത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ പൂർണ്ണമായും നമുക്കൊരു മയ്യത്തിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ ഒരു വലിയ ഞാൻ പറഞ്ഞല്ലോ, മഹാനായ ഓക്കെ ഉസ്താദിന്റെ ഷെയ്ഖ് ചെറിയ മുണ്ടം കുഞ്ഞിപ്പോക്കൽ മുസ്ലിയാർ വെള്ളിയാഴ്ച രാവിലെ മരിക്കുന്നതിന് മുമ്പ്
തന്റെ ശിഷ്യന്മാരിലേക്ക് ആളെ പറഞ്ഞയക്കുകയാണ് കുഞ്ഞിപ്പോക്കൽ മൊയ്ലിയരുപ്പാപ്പ മരിച്ചു എന്ന് വിവരം പറയാന്. നോക്കിങ്ങള്, അപ്പൊ മുൻകൂട്ടി അറിയുന്ന മഹാന്മാരുണ്ടാവും. അപ്പൊ മുൻകൂട്ടി മരിക്കുന്നതിന് മുമ്പ് ഒരാൾ കുളിച്ച് ശുദ്ധിയായാലും മരണത്തിന് ശേഷം കുളിപ്പിക്കൽ നിർബന്ധാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്ന മസ്അല അതല്ല. ഒരു വലിയ മരിക്കുകയും ഈ വലിയ മരിച്ചതിനു ശേഷം യഥാർത്ഥമായ മരണം സംഭവിച്ചതിനു ശേഷം ആ വ്യക്തി എന്തു ചെയ്തു? സ്വന്തമായി കുലിച്ചു. എന്നാൽ ഇനി രണ്ടാമത്തം ജീവിച്ചിരിക്കുന്നവർ കുലിപ്പിക്കണ്ട എന്ന് നമ്മളൊരു മസ്അല പറഞ്ഞപ്പോ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾക്കൊരു സംശയം, ഉസ്താദെ അതങ്ങനെ ഇപ്പൊ സംഭവിച്ചിട്ടുണ്ടോ ലോകത്ത്? ഇല്ലേ? ഇപ്പൊ നിങ്ങൾക്കൊരു ആഗ്രഹമില്ലേ? ഒരു മയ്യത്ത്, ആ മയ്യത്തിനെ തന്നെ കുലിപ്പിക്കുക. ഒരാളിങ്ങനെ മരിച്ചു കിടക്കുക, മൂപ്പരെന്നെ നീച്ചിട്ട് മൂപ്പര മേത്തേക്കൂടെ അങ്ങനെ ആദ്യം തല കഴുകുക, ആദ്യം വലഭാഗം കഴുകുക, പിന്നെ ഇടഭാഗം കഴുകുക, പിന്നെ വള്ളൊഴിച്ച. അപ്പൊ നിങ്ങൾ പറയുന്ന നേരെ അങ്ങനത്തെ ബാത്റൂമൊക്കെ അത് പറഞ്ഞയച്ചാൽ മതി, ഷവറാൻ തുറന്നു വെത്താ പിന്നെ മൂപ്പരത് കുളിച്ചോലും. അതൊക്കെ ഒരു ഇഷ്കാലികളൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു കുലി ഈ ലോകത്ത് നടന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഒന്ന് രണ്ട് സുഹൃത്തുക്കള് അവരൊരു സംശയം കൊണ്ടല്ല, അങ്ങനത്തെ ഒരു കറാമത്ത് മഹാന്മാർക്കുണ്ടായിട്ടുണ്ടോ എന്ന് സംശയം ചോദിച്ചപ്പോ ഞാനത് അവരൊരു കറാമത്തും ഒന്നും പറയാതിരിക്കാൻ കാരണം നമ്മളൊരു ആദർശ ക്ലാസ് അല്ലല്ലോ അപ്പൊ എടുത്തിരുന്നത്, നമ്മള് ഫിഖിന്റെ ക്ലാസ് ആണല്ലോ. അങ്ങനെ കുലിച്ചാൽ എന്താണ് മസ്അല? രണ്ടാമതിന് ജീവിച്ചിരിക്കുന്നവർ കുലിപ്പിക്കണ്ട എന്നാണ് മസ്അല. പിന്നെ അങ്ങനെ കുലിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ അത് വേറെ ആദർശ ചർച്ചയാണ്. ഏതായാലും ആ ഒന്ന് സുഹൃത്തുക്കൾ സ്ഥിരം നമ്മുടെ ക്ലാസ് റൂമിന്റെ ശ്രോതാക്കളായതുകൊണ്ടും നിങ്ങൾക്കൊക്കെയും ഒരു സുന്നത്തു ജമാഅത്തിന്റെ ആശയം എന്ന നിലയ്ക്ക് പറയുന്നു, മഹാനായ സയ്യിദ് അഹ്മദുൽ ബദവി റളിയല്ലാഹു തആല അൻഹു സ്വന്തം മയ്യത്ത് മരിച്ചതിന് ശേഷം കുലിപ്പിച്ച മഹാനാൻ. അത് സയ്യിദ് അഹ്മദുൽ ബദവി റളിയല്ലാഹു തആല അൻഹു സ്വന്തം മയ്യത്ത് മരിച്ചതിനു ശേഷം കുലിപ്പിച്ച മഹാനാൻ. അതുപോലെ തന്നെ അബ്ദുല്ലാഹിൽ മുത്തവഫൽ മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹിയും മരണാനന്തരം സ്വന്തം മയ്യത്ത് കുലിപ്പിച്ച വ്യക്തികളാണെന്ന് മഹാനായ ഇമാമീങ്ങൾ ഷർഖാവി പോലത്തെ കിതാബുകളിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവരൊരു മസ്അല പറയുന്നത് തന്നെ, ഈ മസ്അല പറയുന്നത് എങ്ങനെയാണ്? ഒരു വലിയ ആ വലിയന്റെ ശരീരത്തെ സ്വന്തമായി കുലിപ്പിച്ചാൽ എന്ന് പറഞ്ഞിട്ട് കമാ നുഖില അൻ സയ്യിദ് അഹ്മദ് അൽ ബദവി വകദാ അൻ സയ്യിദ് അബ്ദുല്ലാഹിൽ മുതവഫൽ മാലിക്കി എന്ന് പറഞ്ഞു ഷർഖാവി ഇമാം ആ വിഷയം അങ്ങനെ ഔലിയാക്കന്മാർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അവിടെ മസ്അല എന്താണ്? ഒരു വലിയ മരണാനന്തരം ആ വലിയന്റെ സ്വശരീരം സ്വന്തമായി കുലിപ്പിച്ചാൽ ഇനി ജീവിച്ചിരിക്കുന്നവർക്ക് ബാധ്യതയില്ല. ജീവിച്ചിരിക്കുന്നവരോട് മയ്യത്ത് കുലിപ്പിക്കണമെന്ന് പറയാൻ കാരണം മയ്യത്തിന് സാധിക്കില്ല എന്ന അടിസ്ഥാനത്തിലാണ്. മയ്യത്തിന് മരിച്ചാൽ പിന്നെ അവന്റെ ശരീരം കഴുകാൻ സാധിക്കില്ല എന്ന അടിസ്ഥാനത്തിലാണ് ജീവിച്ചിരിക്കുന്നവരോട് കൽപ്പന വന്നത്. മയ്യത്ത് കറാമത്തെന്ന നിലക്ക് അങ്ങനെ ചെയ്താലോ കുഴപ്പവുമില്ല. ഇനി അവിടെ തന്നെ ഒരു മസ്അല പറയുന്നുണ്ട്. രണ്ട് ഔലിയാക്കന്മാർ മരിച്ചു കിടക്കുന്നു. ഒരു വലിയ മറ്റേ വലിയനെ കുലിപ്പിച്ചു. മരിച്ച മയ്യത്താവുന്ന വലിയനെ കുലിപ്പിച്ചാൽ ഇനി ആ മയ്യത്തിനെ രണ്ടാമത് കുലിപ്പിക്കണോ? കുലിപ്പിക്കണ്ട. എന്നാ അങ്ങനെ കുലിപ്പിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഒരു ഇഷ്കാലുണ്ടാവും അല്ലെ? ഒരു വലിയ സ്വന്തം ശരീരത്തെ കുലിപ്പിച്ചതിന് നമ്മൾ മറുപടി പറഞ്ഞു. ഇനി ഒരു വലിയ മറ്റേ വലിയനെ കുലിപ്പിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾക്കൊരു ഇഷ്കാല് വന്നിട്ടുണ്ടാവും. ഇഷ്കാല് ഇൻഷാ അല്ലാഹ് അത് കിതാബിൽ കാണുമ്പോൾ തീർക്കുന്നതാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അങ്ങനെ ഒരു മസ്അലയുള്ളത് അങ്ങനെ തന്നെയാണ്. പക്ഷെ നഖല് കണ്ടിട്ടില്ല. ഒരു വലിയ മറ്റേ വലിയനെ മരണാനന്തരം കുലിപ്പിച്ചത് കണ്ടിട്ടില്ല. പിന്നെ അവിടെ നിങ്ങൾക്ക് ഇനി ഒരു ഇഷ്കാൽ ഉണ്ടാവും. ഞാനിങ്ങനെ മുമ്പത്തെ ഇഷ്കാലുകളൊക്കെ തീർക്കുന്ന ക്ലാസ്സുകളാണ് ഇനിയുള്ള ക്ലാസ്. ഒരാളും മരിച്ചതിനു ശേഷം രണ്ടാമത് ജീവിച്ചാൽ ഇനി അയാളെ രണ്ടാമത് കുലിപ്പിക്കണോ, നിസ്കരിക്കണോ, കഫൻ ചെയ്യണോ? അല്ലാ നോക്കി നിങ്ങൾ സംഭവിക്കാം. മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു മഹാനുഭാവന്റെ ഫതാവൽ ഹദീസിയ പോലത്തെ ഗ്രന്ഥങ്ങളിൽ ആ വിഷയം പറയുന്നു. എന്ത്? ഒരാൾ ജീവിച്ചാൽ യഥാർത്ഥ മരണത്തിനു ശേഷം, അതായത് ഒരാൾ ഹഖീഖിയായ മരണം സംഭവിച്ചു, അയാളെ കുലിപ്പിച്ചു, കഫൻ ചെയ്തു, നിസ്കരിച്ചു, എല്ലാം കഴിഞ്ഞ് അയാളെന്താക്കി മറമാടുകയും ചെയ്തു.
അയാളെ ഭാര്യയുടെ ഇദ്ദ കഴിഞ്ഞിട്ട് അയാളെ ഭാര്യനെ വേറെ ആരോ പോക്കല് കല്യാണം കഴിച്ചിരിക്കുന്നു. അയാളെ മക്കളെ വേറെ ആരൊക്കെയോ അയാളെ മറ്റു കെട്ടിക്കാൻ അധികാരമുള്ളവർ എന്ത് ചെയ്തിരിക്കുന്നു, കെട്ടിച്ചു കൊടുത്തിരിക്കുന്നു. കുറച്ചു കാലം കഴിഞ്ഞതിന്റെ ശേഷം ഇയാളിങ്ങനെ കബറിനിങ്ങനെ നീച്ചു വരുന്നു, കബറിനിങ്ങനെ നീച്ചു വരുന്നു. അല്ലെങ്കിൽ കുളിപ്പിച്ച് നിസ്കാരം കഴിഞ്ഞ് കഫൻ ചെയ്തിട്ട് പള്ളിക്കൊക്കെ മയ്യത്ത് കൊണ്ടുപോകാൻ നേരത്തിന്റെ മയ്യത്ത് കത്തിൽ നിന്ന് ഒരു അടക്കങ്ങനെ സംഭവിക്കുന്നു. എല്ലാ കൂട്ടക്കാരെങ്ങനെ ഏത് വൈക്കാ കൊണ്ടുപോകുന്നെന്ന് വെച്ച് അങ്ങനെ സംഭവിച്ചു എന്ന് വെക്കുക. ഹഖീഖിയായ മരണത്തിനു ശേഷം അയാൾക്ക് ചെയ്തു കൊടുക്കൽ നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിനു ശേഷം അയാൾ വീണ്ടും ജീവിച്ചാൽ ഇനി അയാളെ രണ്ടാമത് പിന്നെ അയാൾ മരിക്കാം. അവരെ വിഷയം അയാളെ ഹഖീഖിയായ നിലക്ക് മരിച്ചു. അതെങ്ങനെ? അത് ഉസ്താദെ, അത് സംശയം മരിച്ചിട്ടുണ്ടാവില്ല, പറയാൻ നല്ല ശ്രദ്ധിക്കണം. അതായത് അയാൾ മരിച്ചോ എന്ന കാര്യത്തിൽ സംശയം വന്നു. അപ്പൊ നമ്മൾ അവിടെ ഒരു മസ്അല പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തി മരിച്ച കാര്യത്തിൽ സംശയം വന്നാൽ അയാളെ മരണം ഉറപ്പുവരുത്തണം. ഉറപ്പുവരുത്തേണ്ടത് എങ്ങനെയാണ്? അയാളുടേതായ മയ്യത്ത് കബറടക്കാതെ വെക്കുക, എന്നിട്ട് ശരീരം വാസനിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഉറപ്പിക്കാം ആ വ്യക്തി മരിച്ചിരിക്കുന്നു എന്ന് ഉറപ്പിക്കാം. അങ്ങനെ ഉറപ്പുവരുത്തി അയാളെ ശരീരം വാസനിക്കാൻ തുടങ്ങിയതിന്റെ ശേഷമാണ് അയാളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കാരക്കും കഴിച്ചത്. അപ്പൊ നമുക്ക് ഉറപ്പിച്ച മരണാണ്, യഥാർത്ഥ മരണാണ്. പക്ഷെ അയാൾ പിന്നെയും ജീവിക്കാൻ, പിന്നെയും കുറച്ചു കാലൊക്കെ ഇങ്ങനെ ജീവിച്ച് നടന്നു. അങ്ങനെ അയാൾ രണ്ടാമത്തെ മരിക്കാണ് എങ്കിൽ ഇനി അയാളെ കൊലിപ്പിക്കണോ, കഫൻ ചെയ്യണോ, നിസ്കരിക്കണോ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അയാൾ കൊലിപ്പിച്ചാൽ നേരെ പാത്തക്കാൻ പറ്റൂലല്ലോ, മയ്യത്തൊരിക്കലും പാത്തക്കാൻ പറ്റൂല, അത് കൈകാര്യം ചെയ്താൽ മതി. ഇനി അവിടെ തന്നെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നു, പക്ഷെ യഥാർത്ഥ മരണമായിരുന്നില്ല ഇയാൾക്ക് സംഭവിച്ചത്. അതാണ് തമിഴ്നാട്ടിലും തൃശ്ശൂർ ജൂബിലിയിലൊക്കെ സംഭവിച്ചത്. അതാണ് യഥാർത്ഥത്തിൽ അത് ആ വ്യക്തിക്കൊരു ബോധക്ഷയം സംഭവിച്ചതാ. ആ ബോധക്ഷയം മറ്റുള്ളവർ എന്താക്കി കണക്കാക്കി? മരണമാണെന്ന് കണക്കാക്കി. അപ്പൊ യഥാർത്ഥ മരണം സംഭവിക്കാതെ ബോധക്ഷയം സംഭവിച്ചതാണെന്ന് പിന്നീട് വ്യക്തമായി. അങ്ങനെ ബോധക്ഷയം സംഭവിച്ച വ്യക്തി മരണാണെന്ന് വിചാരിച്ച് അയാളെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, നിസ്കരിച്ചു. പക്ഷെ അയാളെ ബോധം തെളിഞ്ഞു. പക്ഷെ ആ ബോധം തെളിഞ്ഞപ്പോ ബോധ്യപ്പെട്ടു അയാളുടെ ആ മരണം യഥാർത്ഥ മരണമായിരുന്നില്ല. എങ്കിൽ അയാൾ ഇനി യഥാർത്ഥ മരണം മരിക്കുമ്പോ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നിസ്കരിക്കണം, നിർബന്ധമായ കാര്യങ്ങളൊക്കെയും ചെയ്യണം. നിങ്ങൾക്ക് അവിടെ ഇഷ്കാലുണ്ടാവും, അതേം തന്നെ രണ്ടാമത്തം കഴിക്കണോ, ദിക്റ് രണ്ടാമത്തം കഴിക്കണോ? അതൊക്കെ വേറെ ചർച്ചയാണ്. അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അതൊക്കെ നമ്മൾ ആദർശത്തിന്റെ ചർച്ചയിൽ പറയാം. അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോ ആ ഒരു ഇഷ്കാല് തീർന്നല്ല, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മഹാന്മാർക്ക്. അല്ലാഹു തആല അത്തരം മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബ് ശുദ്ധീകരിച്ച് നല്ല മരണം കാഴ്ചവെക്കാൻ അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വലിയ ഒരു ഇഷ്കാല് ഇനി ആദ്യം തീർക്കുകയാണ്. മയ്യത്തിന്റെ രക്തസംബന്ധമായതൊക്കെ മുമ്പ് ഒരു സ്ഥലത്ത് സംഭവിച്ച ഒരു സംഗതി അതെന്താണെന്നറിയുമോ? ഭാര്യ മരിച്ചു, സുബഹിയുടെ മുന്നേ ഭാര്യ മരിക്കുകയാണ്. ഭാര്യ മരിച്ചപ്പോ ഭർത്താവ് കുളിപ്പിക്കുന്ന സഹോദരിമാരോട് പറഞ്ഞു, എന്റെ ഭാര്യ വലിയ അശുദ്ധിക്കാലത്തെയാണ്, ജനാപത്തുകാലത്തെയാണെന്ന് വിവരം കൊടുത്തു. സ്വാഭാവികമായും പറയുമല്ലോ, അല്ലേ? അതായത് ഭാര്യയും ഭർത്താവും രാത്രി കിടന്നുറങ്ങി, അവർ ദാമ്പത്യ ജീവിതം നയിച്ചു. സുബഹിയുടെ മുന്നേ എഴുന്നേറ്റ് കുളിക്കുന്നതിനു മുമ്പ് അവരെന്താക്കി? ഭാര്യ മരിച്ചു. വിവരമില്ലാത്ത ഭർത്താവായിരുന്നു. ഭർത്താവ് മയ്യത്ത് കുളിപ്പിക്കുന്ന സഹോദരിമാരോട് പറഞ്ഞു, എന്റെ ഭാര്യ എന്താകുന്നു? വലിയ അശുദ്ധിക്കാരത്തിയാകുന്നു എന്ന് വിവരം പറഞ്ഞു. വിവരമില്ലാത്ത കുളിപ്പിക്കുന്ന സഹോദരിമാര് എന്ത് ചെയ്തു? ആ സ്ത്രീയുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് വെച്ച് മയ്യത്തിനെ കുളിപ്പിച്ചു. മയ്യത്തിനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആരോ ചോദിച്ചു, ആ സ്ത്രീ ജനാപത്തുകാരത്തിയായിരുന്നു, അതിനുള്ള നിയ്യത്തുങ്ങൾ വെച്ചോ? അപ്പൊ കുളിപ്പിച്ച സഹോദരിമാര് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ വലിയ അശുദ്ധിയെ ഉയർത്തുവാൻ വേണ്ടി നിയ്യത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ആ പെണ്ണിനെ കുളിപ്പിച്ചിട്ടുള്ളത്. ആ സ്ത്രീയുടെ ഭർത്താവ് ഞങ്ങൾക്ക് മുൻകൂട്ടി വിവരം തന്നിരുന്നു. അപ്പൊ വേറെ ആരോ അവരെ ഇഷ്കാലാക്കി, അപ്പൊ നിങ്ങൾ മയ്യത്ത് കുളിപ്പിച്ചോന്ന്. നോക്കിങ്ങള്, ഞാൻ വളരെ കാലോചിതമായി സാധാരണക്കാർക്ക് സംഭവിക്കാവുന്ന ബേജാറാകുന്ന ചില രംഗങ്ങളാകുന്നു ഇത്.
അപ്പോ ആരോ ചോദിച്ചു, നിങ്ങൾ വലിയ അശുദ്ധിക്ക് വേണ്ടി കുളിപ്പിച്ചു, അപ്പൊ നിങ്ങൾ മയ്യത്ത് കുളിപ്പിച്ചോ? അപ്പൊ സഹോദരിമാര് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ കുളിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെ കുളിപ്പിച്ചത്. എന്താണ് ഇവിടെ വരിക? സംഭവിച്ചതാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഗ്രാമപ്രദേശങ്ങളുണ്ട്. വേണ്ടതുപോലെ വിവരമില്ലാത്ത എത്രയോ ജനങ്ങൾ, മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരുപാട് പ്രദേശങ്ങളിലുണ്ട്. ഇത്തരം പ്രദേശങ്ങളിലൊക്കെയും മയ്യത്ത് കൈകാര്യം ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചാൽ നാം അവിടെ സംഭവിച്ചവർക്ക് അതിന്റെ മസ്അല പറഞ്ഞു കൊടുത്തു. ഇനി നിങ്ങളുടെ അയൽ പ്രദേശങ്ങളിലോ നിങ്ങളുടെ അനുഭവങ്ങളിലോ അങ്ങനെ ഒരു സംഭവം, ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങി, കുളിക്കുന്നതിനു മുമ്പ് ഒരാൾ മരിച്ചു, അപ്പൊ ആരോ പറഞ്ഞു വലിയ അശുദ്ധിക്കാരനാണ് അല്ലെങ്കിൽ വലിയ അശുദ്ധിക്കാരത്തിയാണ്, കുളിപ്പിക്കുന്ന സമയത്ത് നിയ്യത്ത് നിർബന്ധമുണ്ടോ, 2 കുലി നിർബന്ധമായാൽ 1 കുലി മതിയോ, പോലോത്ത മസ്അലകളൊന്നും അറിയാത്ത ഒരുപാട് സാധാരണക്കാർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെയും ഇത്തരം മസ്അലകൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. മഹാന്മാര് പറയുന്നു, വല്ലൗ സറഫൽ ഗാസിലു, ഒരു കുളിപ്പിക്കുന്നവൻ തിരിച്ചാൽ അൽ ഗുസ്ല കുലിയെ അൻ ഗുസ്ലിൽ മയ്യിത്തി, മയ്യത്ത് കുലിയെയും തൊട്ട് തിരിച്ചു. അതെങ്ങനെ? ബിഅൻ ഖസദ, ആ കുലിപ്പിക്കുന്നവൻ കരുതൽ കൊണ്ട്, ബിഹി, ആ കുലി കൊണ്ട് അവൻ കരുതി, അൽ ഗുസ്ല അനിൽ ജനാബത്തി, ജനാബത്തിനെ തൊട്ടുള്ള കുലിയെയാണ് കരുതിയത്. മയ്യത്ത് ജനാബത്തുകാരനാണെന്ന് അറിഞ്ഞപ്പോൾ, മയ്യത്ത് ജനാബത്തുകാരത്തിയാണെന്ന് അറിഞ്ഞപ്പോ കുലിപ്പിക്കുന്ന ആളുകൾ ജനാബത്തിന്റെ നിയ്യത്തും വെച്ചെങ്ങാത് മയ്യത്ത് കുലിപ്പിച്ചാൽ, ഇതാക്കാന ജുനുബൻ, ഈ മയ്യത്ത് ജനാബത്തുകാരനായിരുന്നു, അപ്പോൾ കുലിപ്പിച്ചപ്പോ അങ്ങനെ നിയ്യത്ത് വെച്ചു എങ്കിൽ യംബഗി, അത്യാവശ്യമാകും, വിഫാക്കല്ലിമുർ, മുഹമ്മദ് അംലി ഇമാമിനോട് യോജിച്ച്, അന്നഹു യക്ഫി, ആ കുലി മതി. മനസ്സിലായോ? അങ്ങനെ നമ്മളൊരു അബദ്ധം ഒരാൾക്ക് സംഭവിച്ചു, കുളിപ്പിക്കുന്ന നേരത്തെ ആരോ പറഞ്ഞു ആ സ്ത്രീ വലിയ അശുദ്ധിക്കാരത്തിയാണ്, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഉമ്മ പറഞ്ഞു എന്റെ കുട്ടിക്ക് ഹൈല് രക്തം നിന്ന് കുലിക്കാൻ തയ്യാറാകുന്ന നേരത്താണ് കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചത്, അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞു എന്റെ ഭർത്താവിന് വലിയ അശുദ്ധിയുണ്ട് എന്ന് എനിക്കറിയാം. അപ്പൊ വിവരമില്ലാത്തവർ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചാൽ ആ ഒരു കുലി മതി. അവിടെ കാരണം എന്താ? ഒരു വ്യക്തിക്ക് മയ്യത്തിനായാലും ശരി, ജീവിച്ചിരിക്കുന്നവനായാലും ശരി, കുലിയുടെ 2 കാരണങ്ങൾ ഒരുമിച്ച് കൂടിയാൽ 1 കുലി മതിയാകുന്നതാണ്. 2 കുലി അവിടെ നിർബന്ധം ഇല്ല എന്ന് ഞാൻ എല്ലാരെയും ബോധ്യപ്പെടുത്തുന്നു. ഇനി ചില ഇമാമീങ്ങൾ നിയ്യത്ത് നിർബന്ധമാണ് എന്ന് പറഞ്ഞവരുണ്ട്. അത് മസ്അല പ്രബലമായ അഭിപ്രായം എന്താ? മയ്യത്ത് കുലിപ്പിക്കുമ്പോ നിയ്യത്ത് നിർബന്ധമില്ല. പക്ഷേ മയ്യത്ത് കുലിപ്പിക്കുമ്പോ നിയ്യത്ത് നിർബന്ധമാണെന്ന് ചില ഇമാമീങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായ പ്രകാരവും ഇവിടെ ഇനി 2ാമത്തം കുലിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ലി അന്നൽ മഖ്സൂദ അന്നലാഫത്തു, മയ്യത്തിനെ കുലിപ്പിക്കണം എന്നതിനാലുള്ള ഉദ്ദേശം വൃത്തിയാവലാണ്. ഇവിടെ വൃത്തി സംഭവിച്ചിട്ടുണ്ട്. വഹുവഹാസിലുൻ, അത് കരസ്ഥമായതാണ്. ഏതുപോലെ? കമാല വിജിത്തമാലൽ ഹയ്യ ഗുസ്ലാനി വാജിബാനി ഫനവാ അഹദഹുമാ അന്നഹു ഫഇന്നഹു യക്ഫി, അഥവാ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്തു? 2 കുലി നിർബന്ധം വന്നു. വരാം, 2 കുലി നിർബന്ധമാവുന്നൊരു കോലം ഞാൻ പറയാം. ഒരു പെണ്ണ് പ്രസവിച്ചു, പ്രസവം കാരണം ഒരു പെണ്ണിന് കുലി നിർബന്ധമാകും. അത് പ്രസവം മാത്രം. പ്രസവരക്തം പുറപ്പെടാതിരിക്കട്ടെ, പ്രസവം എന്നുള്ളത് തന്നെ കുലി നിർബന്ധമാവുന്നൊരു കാര്യമാണ്. പ്രസവിച്ച ഉടനെ പ്രസവരക്തവും പുറപ്പെട്ടു, അപ്പൊ പ്രസവരക്തം നിൽക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ കുലിയുടെ കാരണം 2 ഈ പെണ്ണിന്. ഒന്ന് പ്രസവം കാരണമുള്ള കുലി, ഒന്ന് പ്രസവരക്തം നിന്നതിന്റെ പേരിലുള്ള കുലി. ഇങ്ങനെ 2 കുലി ഒരാൾക്ക് വാജിബായാൽ ആ വ്യക്തി 2-ൽ 1 കരുതിയാൽ അത് മതി. അപ്പൊ ജീവിച്ചിരിക്കുന്നവനായാലും മരിച്ചവനായാലും 2 കുലിയുടെ കാരണം ഒരുമിച്ച് കൂടിയാൽ
ഒരു കുലി മതി എന്ന്. അതുകൊണ്ട് നമ്മുടെ അയൽ പ്രദേശങ്ങളിലോ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലോ ഇങ്ങനെ കുലി നിർബന്ധമായ ഒരു വ്യക്തി കുലിക്കുന്നതിനു മുമ്പ് മരിച്ചാൽ പല തെറ്റുധാരണകളും അവിടെ സാധാരണക്കാരുടെ ഇടയിലുണ്ട്. അല്ലാഹു തആല ശുദ്ധിയോടുകൂടെ മരിക്കാൻ വുളൂ ചെയ്ത് ശുദ്ധിയോടുകൂടെ റഹ്മത്തിന്റെ മലായികത്തീങ്ങളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാം മരണസമയത്ത് ഹാജരാവുന്ന മുഅ്മിനീങ്ങളുടെ മരണം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ ഒരു മസ്അല അവിടെ എല്ലാരോടും ഉണർത്തുകയാണ്. ഏതായാലും നമ്മൾ ആത്മീയമായും ഇത്തരം മസ്അലകളൊക്കെ ചിന്തിക്കണം. രാത്രി സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെട്ടു, കുലി നിർബന്ധമായി. അവിടെ മസ്അല ഉള്ളത് എന്താണ്? എന്താ മസ്അലയുള്ളത്? നിസ്കാരം സുബഹി യശാ നിസ്കാരത്തിന്റെ ശേഷം എന്ന് വെച്ചോലി. ഇപ്പൊ നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ ഇപ്പൊ നടന്നു വരുന്ന ചര്യ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ നിലക്കന്നെ മസ്അല പറയാ. അപ്പൊ നമ്മൾ സുബഹി വരെ കുലിക്കല് നിർബന്ധമില്ല, സുബഹി ആയിട്ടും കുലിക്കല് നിർബന്ധമില്ല. സുബഹി ഖളാ ആകുന്നതിനു മുമ്പ് കുലിച്ച് സുബഹി നിസ്കരിക്കാൻ സുബഹി ഖളാ ആവുന്നതിന്റെ മുമ്പ് അക്കാര്യം ചെയ്യൽ നിർബന്ധം. അപ്പൊ കുലി നിർബന്ധമായാൽ പെട്ടെന്ന് കുലിക്കൽ നിർബന്ധമാണ്, അങ്ങനൊരു മസ്അലയില്ല. പക്ഷേ ഏറ്റവും നല്ലതെന്താ? കുലി നിർബന്ധമായാൽ വേഗം കുലിച്ച് ശുദ്ധിയാവലാണ് ഏറ്റവും നല്ലത്. അതാണ് 40 വട്ടം ജനാബത്തുണ്ടായാലേ 40 വട്ടം ഓരൂരാ കുലിച്ചോവർ. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്ത്. ഇവിടത്തെ വഹാബികൾ ഇന്നലെ നമ്മൾ അലബി സഖാഫിയുടെ ലൈവ് നമ്മൾ കേട്ടില്ലേ, മാല മൗലിദുകളിലുള്ള തെറ്റായ ധാരണകളെ കുറിച്ച് അതിൻ്റെതായ ശരിയായ ഉത്തരങ്ങളും ഇവിടത്തെ വഹാബികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും മാലയെ കളിയാക്കുന്നൊരു വരിയ. ഇപ്പൊ 40 വട്ടം ജനാബത്തുണ്ടായിട്ട് 40 വട്ടം കുൽച്ചതാത്തലെ മുഹ്യിദ്ദീൻ ശൈഖിന്റെ കറാമത്ത്. അത് വല്ലാത്തൊരു കറാമത്ത് തന്നെയാണ്. 40 വട്ടം ജനാബത്തുണ്ടായാലേ 40 വട്ടം ഓരൂരാ കുലിച്ചോവർ. അത് വലിയ കറാമത്താ. കാരണം മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനിക്ക് യശാ നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുകയും സ്ഖലനമുണ്ടായി. ആ ഒരു കറാഹത്ത് വരരുത്, കുലി നിർബന്ധമായ നിലക്ക് ഒരു സെക്കൻഡ് പോലും ജീവിതം വരരുത് എന്ന് മനസ്സിലാക്കി മഹാനായ ശൈഖ് അവറുകള് നല്ല ശക്തിയായ നല്ല തണുപ്പുള്ള ഒരു രാത്രി കൂടിയാണ് ശൈഖ് അവറുകൾ അതാ കുലിക്കുകയാണ്. വീണ്ടും ഉറങ്ങി, വീണ്ടും സ്ഖലനമുണ്ടായി. അങ്ങനെ 40 പ്രാവശ്യം സംഭവിച്ചു. മഹാനായ ശൈഖ് അവറുകൾ പറയുന്നു, 41ാമത്തെ വട്ടം എനിക്ക് സ്ഖലനമുണ്ടായി, ഞാൻ കുലിക്കേണ്ടി വന്നാൽ ഞാൻ മരിക്കുമായിരുന്നു. അത്ര ശക്തിയായ തണുപ്പ് കാരണം വെള്ളം ഐസായിട്ടുണ്ട്. ആ വെള്ളം ഐസ് കട്ട പൊട്ടിച്ചിട്ടാണ് മഹാനായ ശൈഖ് അവറുകൾ 40 ദിവസം ഒരു രാത്രി കുലിക്കുന്നത്. ഏതോ വഹാബികളെ മൗദൂദികളെ ജമാഅത്തുകാരെ രാത്രി മകരമാസത്തിൽ കുലി നിർബന്ധമായാൽ സുബഹിയുടെ മുന്നേ കുലിക്കാതെ സുബഹിന്റെ ശേഷം വെള്ളം ചൂടാക്കി നിസ്കരിക്കുന്ന വഹാബി മൗലവിമാരോട് ചോദിക്കാം, ഇത് കറാമത്തല്ലെങ്കിൽ അള്ളാന്റെ ദുന്യാവിൽ ഏറ്റവും വലിയ കറാമത്ത് ഇതാണ്. ജീവിതത്തിൽ ഒരു കറാഹത്ത് വരാതെ ജീവിക്കാൻ നോക്കുക, ഇസ്ലാമിന്റെ യഥാർത്ഥ തനിമ നിലനിർത്തി ജീവിക്കുക. അതാണ് ഒരാളുടെ രോഗം മാറുന്നതിനേക്കാൾ, ആകാശത്തിലൂടെ പറക്കുന്നതിനേക്കാൾ, കടലിന്റെ മുകളിലൂടെ കപ്പലില്ലാതെ നടക്കുന്നതിനേക്കാൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത് ജീവിതത്തിൽ ഒരു കറാഹത്ത് വരാത്ത ജീവിതമാണ് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തി. ഞാനത് പറയാൻ കാരണം അത് ഏറ്റവും നല്ലത്. നമ്മൾ കുലിക്ക് നിർബന്ധമായി സുബഹിയുടെ മുന്നേ അല്ലെങ്കിൽ സുബഹി ഖളാ ആകുന്നതിന്റെ മുമ്പ് കുലിച്ചാലും മതി, മസ്അല അങ്ങനെ തന്നെയാണ്. പക്ഷേ ഏറ്റവും നല്ലതെന്താ? കുലി നിർബന്ധമായാൽ പെട്ടെന്ന് കുലിച്ചു വൃത്തിയാവുക. ഏതു സമയത്താണ് നമ്മുടെ മരണം സംഭവിക്കാൻ അറിയില്ല. മരിക്കുന്ന സമയത്ത് ശുദ്ധിയോടുകൂടെ, പ്രത്യേകിച്ച് ഒളുവോടുകൂടെ ഒരാൾ മരിക്കാനെങ്കിൽ അവന്റെ അടുക്കൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെടും, ഹാജരാകും, ഹാളിറാകും എന്നെല്ലാം റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം. ഞാൻ അപ്പൊ ഏതായിരുന്നാലും ഇവിടെ മയ്യത്തിന് ജനാബത്തുണ്ടാവുകയും അതാരോ പറയുകയും ആ കുലിപ്പിക്കുന്നവരുടെ വിവരക്കുറവ് കാരണം
ജനാബത്തിന്റെ നിയ്യത്ത് വെച്ച് കുളിപ്പിക്കുന്നവൻ മയ്യത്ത് കുളിപ്പിക്കുകയും ശേഷം മയ്യത്ത് കുളി നടന്നിട്ടില്ല എന്നുള്ള തെറ്റായ ധാരണ കാരണം രണ്ടാമത് വീണ്ടും മയ്യത്തിനെ കുളിപ്പിക്കുന്ന സാഹചര്യം അപൂർവമായി ചില ഭാഗത്ത് അനുഭവപ്പെടുകയും ഇനി നമ്മുടെ ക്ലാസ് റൂമിലെ ശ്രോതാക്കൾക്ക് അത്തരം അബദ്ധങ്ങൾ വരാതിരിക്കാനാണ് ഞാൻ ആ ഒരു മസ്അലയിലേക്ക് കടന്നു വന്നത്. അല്ലാഹു തആല പൂർണ്ണമായും നല്ല ധൈര്യത്തോടുകൂടെ മസ്അലകൾ പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീക്കിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വിഷയത്തിലേക്ക്, എന്റെ വിഷയപ്പല്ല എന്താ, ചെയ്തു കൊടുക്കേണ്ടത് ഇനി രണ്ടാമത്തം ചെയ്യേണ്ട സാഹചര്യം. കുളിപ്പിച്ച് നജസ് വൃത്തിയാക്കി കൊടുത്തു, വീണ്ടും നജസായി, ഇങ്ങനെ വരുമ്പോൾ അതിന് രണ്ടാമത്തം ചെയ്തു കൊടുക്കണോ കൊടുക്കണ്ടേ, ഇതാണ് നമ്മുടെ ചർച്ച. ഏതായിരുന്നാലും ചെയ്തത് മടക്കി കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന ചർച്ചയിൽ ആദ്യമായി കടന്നു വരുന്ന ഒരു ചർച്ചയാണ് നമ്മൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊടുത്തു. പക്ഷേ ചില സന്ദർഭങ്ങളിൽ വീണ്ടും അത് മടക്കി ചെയ്തു കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. നമ്മൾ മടക്കി ചെയ്യേണ്ട മസ്അലയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഭാഗമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരണം ആസന്നമായ രോഗിക്ക് നമ്മൾ ചൊല്ലിക്കൊടുത്തു. പക്ഷേ ഇനി അത് രണ്ടാമത്തം വീണ്ടും ചൊല്ലിക്കൊടുക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. അതൊരൊറ്റ വാക്കിൽ ഞാൻ ഉണർത്തുകയാണ്. അഥവാ മരണമാസന്നമായ രോഗിക്ക് അവൻ സ്വമേധയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയോ മറ്റൊരാൾ ചൊല്ലിക്കൊടുത്തപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയോ, അത് എത്ര പ്രാവശ്യം ചൊല്ലിക്കൊടുക്കണം? ഒറ്റ പ്രാവശ്യം. മജ്മൂ പോലത്തെ ഇമാം നവവിയുടെ കിതാബിൽ കാണാം ഒറ്റ പ്രാവശ്യം, അല്ല 3 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണെന്നൊക്കെ അഭിപ്രായമുണ്ട്. നമ്മുടെ മസ്അല അതെല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ മടക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അപ്പോ ശ്രദ്ധിക്കേണ്ടത്, അവൻ സ്വന്തംക്കോ അല്ലെങ്കിൽ മറ്റൊരാൾ ചൊല്ലിക്കൊടുത്ത ആ മരണമാസന്നമായ വ്യക്തി ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എങ്കിൽ ഇനി ഭൗതികമായ മറ്റൊരു സംസാരം അവൻ സംസാരിച്ചിട്ടില്ലെങ്കിൽ അവൻ രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. അല്ല, ശ്രദ്ധിക്കണം മസ്അല. രാവിലെ അവൻ മരിക്കാൻ പോവുകയാണെന്ന് വിചാരിച്ച് എല്ലാവരും പാടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തു. എല്ലാവരും പാടേനാണ്, ഒരാൾ മതി. നാദൻ ശൈലിയിൽ പറഞ്ഞു എന്ന് മാത്രം. അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, അവൻ ഉഷാറായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. പിന്നെ അവൻ യാതൊരു വാക്കും സംസാരിച്ചിട്ടില്ല. വൈകുന്നേരം മഗ്‌രിബിന്റെ നേരത്ത് വീണ്ടും മരണലക്ഷണങ്ങൾ വ്യക്തമായി കാണുകയാണ് എങ്കിൽ അവനിക്ക് ഇനി രണ്ടാമത് ചൊല്ലിക്കൊടുക്കണോ? വേണ്ട. അപ്പൊ മരണത്തിന്റെ ലക്ഷണം കാണി. പക്ഷെ ഒരു നല്ലതാണ്, കാരണം അത്രയും സമയം രാവിലെ മരണത്തിന്റെ അടയാളാച്ചിട്ടാണ് ചൊല്ലിക്കൊടുത്തത്. നേരെ മരിച്ചപ്പോ വൈകുന്നേരത്ത് പൂർണ്ണമായും മരണത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നു. അപ്പൊ ഒന്നുകൂടി ചൊല്ലിക്കൊടുക്കുക. നേരെ മരിച്ച് മരണത്തിന്റെ ലക്ഷണം വ്യക്തമായി കാണുകയും അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയും പെട്ടെന്ന് തന്നെ അവൻ മരിക്കുകയും ചെയ്തു. അതിന്റെ ഇടയിൽ വേറെ വർത്തമാനങ്ങളൊന്നും അവനിൽ നിന്നുണ്ടായിട്ടില്ല. എന്ത് സംസാരം? ഭൗതികമായ സംസാരം. എങ്കിൽ ഇനി രണ്ടാമത് ചൊല്ലിക്കൊടുക്കണ്ട. അവിടെ ഞാൻ ഒരു ഇഷ്കാല് തീർക്കുകയാണ്. ഓ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതിനു ശേഷം ദുന്യവിയായ സംസാരം. അതെന്താ? ഓ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് പറഞ്ഞു, ഇന്റെ മൂത്ത കുത്തിനൊന്ന് കാണണം, ഇന്റെ അപ്പാനൊന്ന് കാണണം, ഇന്റെ അമ്മാനെ കാണണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സാധാരണ മരിക്കാൻ പോകുന്ന രോഗികൾ പറയാറുണ്ടല്ലോ. ഓ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ദുന്യവിയായ ഒരു സംസാരം അവനിൽ നിന്ന് വന്നാൽ വീണ്ടും അവൻ എന്ത് വേണം? അത് മടക്കി ചൊല്ലണം. ഒന്നിരിക്കും അവൻ ചൊല്ലി, അല്ലെങ്കിൽ മറ്റൊരാൾ ചൊല്ലിക്കൊടുക്കുക. അതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. നേരെ മറിച്ച് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതിനു ശേഷം എന്ത് ചെയ്തു? മുഹമ്മദു റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ പോലത്തെ ദിക്ർ പറഞ്ഞു. ശ്രദ്ധിക്കണം, ഇവിടെയാണ് ഇപ്പൊ നമ്മുടെ മസ്അല വരുന്നത്. മടക്കി ചെയ്യണോ ചെയ്യണ്ടേ എന്ന മസ്അലയിൽ ചർച്ച വരുന്ന ഭാഗം ഇതാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ചൊല്ലിയതിനു ശേഷം ഒരാള് മറ്റു ഭൗതികമല്ലാത്ത സംസാരമാകുന്ന ദിക്ർ ചൊല്ലിയാൽ അതിന്റെ വിധി എന്താണ്? അവിടെ പ്രബലമായ അഭിപ്രായ പ്രകാരം വലൗ ബിദിക്രിൻ, ത്വയ്ഫ പോലത്തെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതിനു ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാത്ത മറ്റേതെങ്കിലും ദിക്ർ, സുബ്ഹാനല്ലാഹോ
അല്ലാഹു അക്ബർ എന്നോ അല്ലെങ്കിൽ മുഹമ്മദു റസൂലുള്ളാഹ് എന്നു തന്നെ അവൻ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് വീണ്ടും ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ് എന്ന് ത്വയ്ഫ പറയുന്നു. അവനിക്ക് മടക്കി ചൊല്ലിക്കൊടുക്കണം. ഇദാ തകല്ലമ അവൻ സംസാരിച്ചാൽ വലൗ ബിദിക്രിൻ അത് ദിക്റാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മുഹമ്മദു റസൂലുള്ളാഹ് എന്ന ദിക്റാ ചൊല്ലിയത്, സുബ്ഹാനല്ലാഹ് എന്ന ദിക്റാ ചൊല്ലിയത്, അല്ലാഹു അക്ബർ എന്ന ദിക്റാ ചൊല്ലിയത്, എന്നാലും ശരി അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മടക്കി ചൊല്ലിക്കൊടുക്കണം. ലിയകൂന ആഖിറു കലാമിഹി അവന്റെ കലാമിന്റെ അവസാനം ആകുവാൻ വേണ്ടി, ഷഹാദത്ത് കലിമയാകുവാൻ വേണ്ടി. അവിടെ ജമല് പോലത്തെ കിതാബുകൾ വളരെ വ്യക്തമായി വലൗ ബിദിക്രിൻ വനഹ്വിഹി വലൗ മുഹമ്മദു റസൂലുള്ളാഹ്. ഞാൻ ഈ ഒരു മസ്അല ഒന്ന് ആവർത്തിക്കാൻ കാരണം എന്താ, ക്ലാസിന്റെ ഇടയിൽ ക്ലാസ് കേട്ട ആരൊക്കെയോ പറഞ്ഞു മുഹമ്മദ് റസൂലുള്ള കൂട്ടിച്ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ്, നല്ലതാണെന്ന് ചില ഉസ്താദന്മാർ പറഞ്ഞു എന്ന് നമ്മുടെ ക്ലാസ് സ്ഥിരം ശ്രോതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും ഇത് ഖബറടക്കം കഴിഞ്ഞാൽ സംശയം തീർക്കുന്ന ഒരു ക്ലാസ് വരാനുണ്ട്. ആ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ അത്തരം സംശയങ്ങളൊക്കെയും തീരുമെന്ന് അന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. കാരണം സംശയം തീർന്ന് വേറെ വഴിക്ക് പോവാതെ എന്നും KMIC-യിൽ ഇരിക്കാൻ വേണ്ടിയുള്ളൊരു ഹിക്മത്ത് കൂടിയാണെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. എന്നാണാവോ അതിന് മറുപടി പറയാ, അന്ന് വരെ ഞാൻ KMIC-യിൽ ഇരിക്കും എന്ന് ആരെങ്കിലും ഒരാൾ തീരുമാനിച്ചാൽ നമുക്കത് ഖൈറാണല്ലോ. അതിന്റെ ഒരു ഭാഗമാണ് പോത്തർച്ചി. കുമ്പളങ്ങ പറ്റാത്തവർക്ക് പോത്തർച്ചിന്റെ ഇടയിൽ കുമ്പളങ്ങത്ത് കൊടുക്കുക. അപ്പോൾ കുമ്പളങ്ങൻ തിന്നും പോത്തർച്ചും തിന്നുന്നൊരു ചൊല്ലുണ്ട്, അതിന്റെ ഒരു ഹിക്കുമത്ത. അപ്പൊ അതുകൊണ്ട് ജമല് പോലത്തെ ഫിഖിന്റെ കിതാബില്, അതുപോലെ തന്നെ ഒരുപാട് ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കു ശേഷം വലൗ ബി ഉഖ്റവിയ്യിൻ, കല്ലൂബി പോലത്തെ കിതാബ് കാണാം. ഏത് കല്ലൂബി പോലത്തെ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നു വലൗ ബി ഉഖ്റവിയ്യിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ചൊല്ലിയതിനു ശേഷം ഉഖ്റവിയായ മറ്റൊരു കലിമത്താണല്ലോ മുഹമ്മദു റസൂലുള്ളാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. ഇതൊക്കെയും മുഖ്റവിയായ ദിക്റുകളാണല്ലോ. അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇങ്ങനെയാണെങ്കിലും ശരി അവന്റെ അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി ഞാൻ ആ ഒരു സംശയം തീരാൻ ഒരൊറ്റ മസ്അല കൂടി ഞാൻ പറയുന്നു. ചില ഇമാമീങ്ങള് മുഹമ്മദ് റസൂലുള്ള പറയണം, കാരണം മുസ്ലിമായി മരിക്കണം എന്നൊരഭിപ്രായം പറഞ്ഞതിനെ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തന്റെ തുഹ്ഫ എന്ന് പറയുന്ന കിതാബിൽ വെച്ച് അതിനെ റദ്ദ് ചെയ്യുന്നുണ്ട്. കാരണം ഇവൻ മുസ്ലിമാണ്. ഇനി ഇവൻ മുസ്ലിം ആവലല്ല ഇവിടെ ഈ കലിമ ചൊല്ലിക്കൊടുക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം, ഇവന്റെ അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവലാണ്. അതുകൊണ്ട് മുഹമ്മദ് റസൂലുള്ള സുന്നത്തില്ല. കാരണം ഒരുപാട് ശ്രോതാക്കള്, ഒരുപാട് സാധാരണക്കാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള കൂട്ടി ചൊല്ലിക്കൊടുക്കാറുണ്ട്. ആ സംശയം തീരാനാണ്. പക്ഷേ ഇങ്ങനെ ഒരുപാട് ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ പറയുമ്പോ ഖത്തീബ് ശിർബീനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മിൻഹാജിന്റെ ശറഹാവുന്ന നിഹായത്തുൽ മുഗ്നി എന്ന് പറയുന്ന കിതാബിൽ പറയുന്നത് എന്തിന്റെ ആവശ്യമില്ല, ഭൗതികമായ സംസാരം അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കു ശേഷം സംസാരിച്ചാൽ അവൻ പറഞ്ഞാൽ മടക്കി ചൊല്ലിക്കൊടുക്കണം. നേരെ മറിച്ച് ദിക്റാണെങ്കിൽ വേണ്ട. ബിഖിലാഫി തസ്ബീഹി വനഹ്വിഹി എന്ന് മുഗ്നിയിൽ നോക്കിയാൽ കാണാം. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതിനു ശേഷം അല്ലാഹു അക്ബർ എന്നോ അൽഹംദുലില്ലാഹ് എന്നോ സുബ്ഹാനല്ലാഹ് എന്നൊക്കെ ചൊല്ലിയാൽ ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് മടക്കി ചൊല്ലിക്കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഖത്തീബ് ശിർബീനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മിൻഹാജിന്റെ ശറഹാവുന്ന ഏതിൽ പറയുന്നത്, മുഗ്നി എന്ന് പറയുന്ന കിതാബിൽ പറയുന്നത്. നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കുന്ന ഒരുപാട് ഉസ്താദന്മാര്, കിതാബുമായി ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ഉസ്താദന്മാര്, അവര് പലപ്പോഴും പറയാറുണ്ട്, ഞാൻ അഹ്സനിയാണ്, സഖാഫിയാണ്, മദനിയാണ്, പക്ഷെ ഗൾഫിലൊക്കെ ജോലിയായ കാരണം ഒരുപാട് കാലം കിതാബുമായി ബന്ധമില്ല. ആ ഒരു മസ്അല എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ വല്ലാതെ തെറ്റുധരിച്ചു നിൽക്കുന്ന മസ്അലകളൊക്കെയും പറയുമ്പോ പലവരും വലിച്ച് അന്വേഷിക്കാറുണ്ട്. ആ ഒരു അന്വേഷണം ഇനി വേണ്ട. അത്തരം ശ്രോതാക്കളുടെ ഉപകാരത്തിന് വേണ്ടിയാണ്
ചില പ്രധാനപ്പെട്ട മസ്അലകൾ പറയുമ്പോൾ കിതാബിന്റെ പേര് പറയാൻ കാരണം എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നു. ഈ മസ്അലയിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? അവിടെയാണ് എന്റെ പോയിന്റ്. ഇപ്പൊ ഞാൻ ഇത്രയും വിശദീകരിച്ചത് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു മസ്അല സാധാരണക്കാർക്ക് പഠിപ്പിക്കാനാണ്. കാരണം ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ഒരു സ്വഭാവമുണ്ട്. ഒരാളുകൾ മരിക്കാൻ ഇങ്ങനെ കിടക്കുന്ന ഏകദേശം മരണത്തിന്റെ അടുത്തേക്ക് മരണത്തിന്റെ ലക്ഷണങ്ങളൊക്കെ ഇങ്ങനെ വെളിവാവാൻ തുടങ്ങിയ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാനായിട്ട് തീമറങ്ങളുണ്ട്. നല്ല കാര്യമാണ്. പക്ഷെ നമുക്ക് ചെയ്യൽ സുന്നത്തായ കാര്യങ്ങൾ ചെയ്താൽ പോലെ നമ്മൾ പൊറ്റത്തിൽ എതിർക്കല്ല, അതിനായിട്ട് ഇങ്ങനെ നിർബന്ധിക്കുക. ചെല്ലിമ്മ, ചെല്ലിപ്പ, താത്തന്താ ചെല്ലാത്ത കണക്കെ പല ഗ്രാമപ്രദേശങ്ങളിലും ഈ മരിക്കാൻ കിടക്കുന്ന വ്യക്തിക്കൊരു സ്വസ്ഥത കൊടുക്കാതെ അതിനങ്ങനെ ചെല്ലിയിട്ട് വീണ്ടും ചെല്ലിപ്പിക്കുക, വീണ്ടും ചെല്ലിപ്പിക്കുക, വീണ്ടും ചെല്ലിപ്പിക്കുക. നോക്കൂ, ഇപ്പൊ ഞാൻ ഇതുവരെ ചർച്ച ചെയ്ത ഈ മസ്അല ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരിക്കൽ ചൊല്ലിയാൽ ഇനി മടക്കി ചൊല്ലനോ ചൊല്ലണ്ടേ എന്ന ചർച്ച നിങ്ങളുടെ മുമ്പിലേക്ക്, സാധാരണക്കാരുടെ മുമ്പിലേക്ക് ഞാൻ വെച്ചു തന്നത് എന്തിനാണ്? ഈ മരിക്കാൻ കിടക്കുന്ന രോഗിയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്ത് ചെല്ലിൻ എന്ന് പറഞ്ഞ് ഒരു നിർബന്ധിപ്പിച്ച് ചൊല്ലിക്കുന്ന ഒരു അവസ്ഥ കാണാം. അത് നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മസ്അല ഇത്രയും വിശാലമായി ഞാൻ പറഞ്ഞതെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇനി എല്ലാവരും ഒന്നുകൂടി മടക്കേണ്ട മസ്അലകളാണ്. മയ്യത്തിന് ചെയ്തു കൊടുത്ത കാര്യങ്ങള് മടക്കേണ്ട മസ്അല പറയുമ്പോ ഒരു വിഷയ പൂർത്തീകരണത്തിന് വേണ്ടി പറയാണ്. അതായത് കുലിയായാലും അതുപോലെ തന്നെ ഒളു ആയാലും രണ്ടാമത് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം വളരെ വ്യക്തമായി നോക്കൂ, അവിടൊരു മസ്അലക്ക് സംശയം വരും. ഇത് മയ്യത്തിനെ കുലിപ്പിച്ചു കഴിഞ്ഞു അല്ലേ? മയ്യത്തിനെ കുലിപ്പിച്ച് കഴിഞ്ഞതിന്റെ ശേഷം മയ്യത്തിൽ നിന്ന് മനീയ് പുറപ്പെട്ടു. സംഭവിക്കാം. ഞാൻ ആ ഒരു മസ്അലങ്ങൾക്ക് തിരിയാൻ ഇവിടേക്കും വരുമ്പോ എല്ലാവരും ഇങ്ങനെ ഇഷ്കാലാവും ഇല്ലേ? ഒരു സാധാരണ സഹോദരി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ഒരു മയ്യത്ത് കുലിപ്പിക്കലൊക്കെ കഴിഞ്ഞ് തോർത്തി പഞ്ഞി മലദോരത്തിലും മുൻദ്വാരത്തിലൊക്കെ പഞ്ഞി വെക്കണം എന്നാണല്ലോ. പഞ്ഞി വെക്കാൻ നേരത്ത് ആ വ്യക്തിയുടെ ലിംഗത്തിന്റെ ഭാഗത്ത് ഋതിക്ക് മനീയ് കാണുകയാണ്. ഒരു സാധാരണക്കാരൻ അവിടെ അങ്കിലാപ്പിലാകും. അപ്പൊ എന്താപ്പ ചെയ്യാം? മയ്യത്ത് കുലിപ്പിക്കലൊക്കെ കഴിഞ്ഞ് മയ്യത്തിൽ നിന്ന് ഇതാ മനീയ് കാണുന്നു, ഇനി രണ്ടാമത് കുലിപ്പിക്കണോ? എന്താപ്പ ചെയ്യാ? പുറത്ത് ഉസ്താവുമാരെ നോക്കി ഉള്ള ഉസ്താവുമാരോട് ചോദിച്ചപ്പോ അവരും കടന്ന് പരിങ്ങാണ്. നമ്മൾ ഉസ്താവുമാരെ ഇതാക്കിയല്ല. കാരണം ചിലപ്പോൾ എല്ലാവരും കിതാബ് നോക്കിക്കോളണമെന്നില്ലല്ലോ. എല്ലാ വിഷയങ്ങളും വിശാലമായി നോക്കുന്നവരൊക്കെ എത്രയോ കമ്മിയാണ്. ഉസ്താവുമാർ ചോദിച്ചപ്പോ ഉസ്താവുമാരും പറഞ്ഞു എന്താപ്പ കാത്തണ്ടെന്ന് അറിയുന്നില്ല അല്ലേ? അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ KMIC-ക്കാർ ഇഷ്കാലാവരുത് എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ ആഗ്രഹത. ഞാൻ അതുകൊണ്ടാണ് എന്റെ നാദൻ ശൈലികളിലേക്ക് എന്റെ ക്ലാസ് ഞാൻ വരാൻ കാരണം. എന്താണ്? നമ്മുടെ മുമ്പിലിരിക്കുന്നത് ഉസ്താദന്മാരല്ല. നമ്മുടെ മുമ്പിലുള്ള ശ്രോതാക്കളിൽ ഭൂരിപക്ഷവും ഒരു 10 കിതാബ് അല്ലെങ്കിൽ ഒരു മുത്തഫരീദ് പോലും ഓതാത്ത ഉസ്താദന്മാര വ്യക്തികള. അപ്പൊ അവരുടെ മുമ്പിലേക്ക് മസ്അല അത് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു സംശയവും അവർക്ക് വരരുത്. ധൈര്യമായിട്ട് അവർക്ക് ആ വിഷയം അങ്ങനെയാണ് അതിന്റെ മസ്അല. കിതാബൊന്നും എനിക്ക് തിരിയില്ല, ഞാൻ കിതാബ് ഓതിയിട്ടില്ല. പക്ഷെ ഞാനൊരു കിതാബ് ഈ ക്ലാസ് എടുക്കുന്ന ഒരു ഉസ്താദ് ആധികാരികമായി ഒരു കിതാബിൽ അങ്ങനെ എന്തെന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രേ ഇപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് ധൈര്യത്തിൽ മസ്അല പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കിതാബിന്റെ പേര് അവരുടെ മനസ്സിലുണ്ടാവൂല, കിതാബിന്റെ ഇബാറത്ത് അവരുടെ മനസ്സിലുണ്ടാവൂല. അവർക്കുള്ള ധൈര്യം എന്താ? KMIC-യിൽ ഒരു ക്ലാസ് എടുത്തപ്പോ അന്നൊരു ഉസ്താദ് വളരെ വ്യക്തമായി അതിന്റെ മസ്അല എങ്ങനെയാണെന്ന് പറഞ്ഞ ഒരു ധൈര്യമല്ലാതെ എന്റെ കയ്യിൽ ഈ വിഷയത്തിൽ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാര ധൈര്യത്തിന് വേണ്ടി ഞാൻ പറയുന്നു, ലാ യജിബു നിർബന്ധമില്ല ബിഖുറൂജി മനീഹി ത്വാഹിരി, ഈ മയ്യത്തിൽ നിന്ന് ശുദ്ധിയുള്ള മനീയ് പുറപ്പെടൽ കൊണ്ട് നിർബന്ധമാകൂല. ഷൈഉൻ, ഒരു വസ്തു നിർബന്ധമാകുകയില്ല എന്ന് ത്വയ്ഫ പറയുന്നു. ആ ത്വയ്ഫയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഷർവാനി പറയുന്നു, അയൽ ഇസാലത്തു വൽ ഗുസ്ലു വൽ വുളൂഉ, അത് ശുദ്ധിയുള്ള മനിയായതുകൊണ്ട് ഇനി അതിനും കൈകി വൃത്തിയാക്കണ്ട. മനിയ് പുറപ്പെട്ടത് കൊണ്ട് അവരെ ഒളു മുറിയാത്തത് കൊണ്ട് ഇനി ഒളു രണ്ടാമത് ചെയ്തു കൊടുക്കണ്ട.
കുലി നിർബന്ധമാവാത്തത് കൊണ്ട്, മയ്യത്തായത് കൊണ്ട് കുലി നിർബന്ധമാവാത്തത് കൊണ്ട് ഇനി കുലിപ്പിക്കും വേണ്ട. അവിടെ ഒരു മസ്അല എല്ലാവരും മനസ്സിലാക്കണം. എവിടെ മനിയ് പുറപ്പെട്ടാൽ, ജീവിതകാലത്ത് മനിയ് പുറപ്പെട്ടാൽ കുലി നിർബന്ധമാണ് അല്ലെ? പക്ഷെ ഇവിടെ മയ്യത്തിനെ മടക്കി കുലിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം ഇല്ല, പക്ഷെ കഴുകേണ്ട ആവശ്യവും ഇല്ല. അതൊരു മസ്അല എല്ലാവരും മനസ്സിലാക്കുക. എന്താ? കാരണം ശുദ്ധിയുള്ള മനിയ് ശുദ്ധിയുള്ളതാ. ശാഫിഈ മദ്ഹബ് പ്രകാരം മനിയ് ശുദ്ധിയുള്ളതാ. പക്ഷേ മനിയ് ശുദ്ധിയുള്ളതാണെന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ള രൂപത്തിൽ മനിയ് പുറപ്പെടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഉറക്കത്തില് ദുർസ്വപ്നങ്ങളൊന്നും കാണാതെ നമ്മൾ സുഖമായി യശാനിസ്കാരം കഴിഞ്ഞു ഉറങ്ങിയതാ. ഉറങ്ങി സുബൈക്ക് കഴിഞ്ഞേറ്റപ്പന്ത് വസ്ത്രത്തിൽ മനിയ് കണ്ടു. ആ മനിയ് ശുദ്ധിയുള്ളതാ. കാരണം വികാരം ഒന്നും അവന്റെ കൽബിൽ നിന്ന് നേരം വെളുത്തപ്പോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോ നിങ്ങൾ ഇഷ്കാലാവണ്ട. ഉസ്താദെ ഉച്ചക്ക് ഉറങ്ങാണെങ്കിൽ വിധി വേറെയാണ്, ഉച്ചക്കാണെങ്കിലും ഇങ്ങനെ തന്നെ. സാധാരണ ഇത് രാത്രിയാണല്ലോ അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു കേന്ദ്രം. ഇതുകൊണ്ടപ്പോ നമ്മൾ ഈ യശാനിസ്കാരം എന്ന് പറഞ്ഞത്. അത് ഉച്ചക്കായാലും 10 മണിക്കായാലും സുബൈക്കായാലൊക്കെ വിധി അങ്ങനെ തന്നെയാണ്. ഇനി അതാതും സാധാരണക്കാർ ഇഷ്കാലാവണ്ട. ഉച്ചക്കാണെങ്കിൽ വിധി വേറെയാണ്, അസ്സ്കാരം കഴിഞ്ഞാൽ വിധി വേറെയാണ്, എല്ലാത്തിന്റെയും വിധി ഒന്നെ. അപ്പൊ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോ വസ്ത്രത്തിൽ ഇത് കണ്ടു. ഓനിക്കാണെങ്കിൽ അത് കഴുകാൻ വന്നില്ല. അങ്ങനെയും വെച്ചോല് തുണി എടുത്തോനിക്ക് നിസ്കരിക്കാം. പക്ഷെ കുലിക്കണട്ടോ, കുലി നിർബന്ധമാണ്. പക്ഷെ ഈ വസ്ത്രം കഴുകേണ്ട ആവശ്യം ഇല്ല. നേരെ മറിച്ച് വികാരമുള്ള സമയത്ത് പുറപ്പെടുന്ന മനിയ് അത് ശുദ്ധിയുള്ളതല്ല, അത് നജസ. അത് നജസാണെന്ന് പറഞ്ഞാൽ നേരെ നജസല്ല, അത് മുത്തനജ്ജിസാണ്, നജസ് കലർന്നതാ. കാരണം വികാരം ഉണ്ടാകുമ്പോൾ വികാരത്തിന്റെ മുന്നോടിയായി മദജലം പുറപ്പെടും. മദജലം പുറപ്പെട്ടതിന്റെ പിന്നാലെയാണ് മനിയ് പുറപ്പെടുക. അപ്പൊ മുമ്പിൽ ആരുണ്ടാവും? പ്രധാനമന്ത്രിയുടെ എസ്കോത്തിന്റെ മാതിരി. ഞാൻ സാധാരണക്കാരും മസല മനസ്സിലാക്കാനാണ്. ഇതിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അബദ്ധം പറ്റാറുണ്ട്. പ്രധാനമന്ത്രിക്ക് എസ്കോത്ത് കൊടുക്കും പോലെ വികാരമുള്ള സമയത്ത് മനിയ് വരുമ്പോൾ എസ്കോത്തായിട്ട് ആരുണ്ടാകും? മദജലം വരുന്നുണ്ടാവും. ആ മദജലത്തിന്റെ പിന്നാലെയാണ് മനിയ് വരിക. അപ്പൊ മദജലം കലർന്ന മനിയായിരിക്കും ആ സമയത്ത് പുറത്തേക്ക് വരുന്നത് കൊണ്ട് ആ മനിയ് മുത്തനജ്ജിസാണ്, എന്തല്ല നജസല്ല, നജസ് ഉദയതാണ്. അപ്പൊ അതുകൊണ്ട് അവരെ കൈകൾ നിർബന്ധമാണ്. പക്ഷെ എപ്പോഴും ഞാൻ അതിന്റെ ഇടയിൽ ഒരുപാട് സാധാരണക്കാർക്ക് മനസ്സിലാക്കേണ്ട ഒരു മസലയായതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഒരു മയ്യത്തിനെ കുലിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് മലദ്വാരത്തിൽ അല്ലെങ്കിൽ മുൻദ്വാരത്തിൽ പഞ്ഞി വെക്കാൻ നേരത്ത് മനിയ് കാണുകയാണ്. അത് ശുദ്ധിയുള്ളതാണല്ലോ, സംശയമില്ലല്ലോ. കാരണം ഇവിടെ വികാരമൊന്നും ഉണ്ടാവൂലല്ലോ ആ മയ്യത്തിന്. പക്ഷേ നജസായ മനിയാവാനും സാധ്യതയുണ്ട്. എങ്ങനെ ഉസ്താദെ? ഇവിടെ തൊഹിഫ എന്ന് പറയുന്ന കിതാബ് പറഞ്ഞത് ശുദ്ധിയുള്ള മനിയ് മയ്യത്തിൽ നിന്ന് പുറപ്പെട്ടാൽ അതിനെ കഴുകും വേണ്ട, മയ്യത്തിനെ കുലിപ്പിക്കും വേണ്ട, മയ്യത്തിന് ഒലുണ്ടാക്കി കൊടുക്കും വേണ്ട. ബുദ്ധിയോടുകൂടെ പൈക്കുന്നുണ്ട്. നല്ല വിശക്കുന്ന നേരാണ് കേരളക്കാർക്ക്, ചോദിക്കുന്ന നേരേക്കിന്. നല്ല വിശപ്പൊക്കെ തീർന്ന സമയത്ത് ഈ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ അവരൊരു ഇഷ്കാല് വരും. അല്ല ഉസ്താദെ, മയ്യത്തിൽ നിന്ന് എങ്ങനെ നജസായ മനിയ് പുറപ്പെടാം? എങ്ങനെ? ഭാര്യയുമായി ബന്ധപ്പെട്ടു അവൻ മൂത്രമൊഴിക്കുന്നതിനു മുമ്പ് അങ്ങോട്ട് മരിച്ചു. അപ്പോൾ ആ ബന്ധപ്പെടുന്ന നേരത്ത് വന്ന മനിയിന്റെ ബാക്കിയായിരിക്കാം ഏത്? ഈ വന്ന മനിയ്. മനസ്സിലായോ? അതൊക്കെ മസ്അല വളരെ ഗഹനമായി മനസ്സിലാക്കണം. അപ്പൊ അത് അങ്ങനെ ഒരു മയ്യത്തിൽ നിന്ന് വന്നു. നജസായ മനിയ് മയ്യത്തിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനെ കഴുകി വൃത്തിയാക്കിയാൽ മതി. അവിടെ എന്തിന്റെ ആവശ്യമില്ല? മടക്കേണ്ട കുലിയെ രണ്ടാമത് മടക്കേണ്ട, ഒലുമാണ്ട. അപ്പൊ മസ്അലങ്ങൾ അങ്ങനെ അത് മനസ്സിലാക്കുക. മനിയ് നജസായ മനിയ് വരട്ടെ, ശുദ്ധിയുള്ള മനിയ് മയ്യത്തിൽ നിന്ന് വരട്ടെ, ഈ രണ്ട് കോലത്തിലും കുലിയെയും ഒളുഇനെയും മടക്കേണ്ട ആവശ്യമില്ല. ശുദ്ധിയുള്ള മനിയ് പോരുന്ന നേരത്ത് കഴുകി കൊടുക്കേണ്ട ആവശ്യമില്ല, അതാണ് തുടച്ചാൽ മതി. നേരെ മറിച്ച് നജസായ മനിയാണ് മയ്യത്തിൽ നിന്ന് വന്നതെങ്കിൽ അതിനെ കഴുകി വൃത്തിയാക്കൽ നിർബന്ധമാണ്. മനസ്സിലായല്ലോ? എല്ലാവർക്കും എപ്പോഴെങ്കിലൊക്കെ റെക്കോർഡൊക്കെ നിങ്ങൾ കേൾക്കുമ്പോ കേൾക്കാത്ത നമ്മൾ ഈ സമയത്ത് നമ്മുടെ ക്ലാസ് റൂമിലില്ലാത്ത ആളുകൾക്ക് കൂടി
ആ കേൾക്കുന്ന സമയത്ത് മനസ്സിലാകാനാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. അപ്പൊ അതുകൊണ്ട് വളരെ ഞാൻ ഒന്നുകൂടി പുതിയ വല്ല ശ്രോതാക്കളും നമ്മുടെ ക്ലാസ് റൂമിലുണ്ടെങ്കിൽ എല്ലാവരുടെ ഇഷ്കാലും ഞാൻ തീർക്കുന്നു. മയ്യത്തിന് ഒതുണ്ടാക്കി കൊടുത്തതിന്റെ ശേഷം മയ്യത്തിനെ കുലിപ്പിച്ചതിന്റെ ശേഷം കുലി നിർബന്ധമാവുന്ന കാര്യം മയ്യത്തിൽ നിന്നുണ്ടായാൽ, ഒളു മുറിയുന്ന കാര്യം മയ്യത്തിൽ നിന്നുണ്ടായാൽ ഇനി ആ കുലി രണ്ടാമത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഒളു ഇനെ രണ്ടാമത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഷ്കാല് തീരാൻ തൊയ്ഫ പോലത്തെ കിതാബും നിഹായയും മുഗ്നിയും എല്ലാ ഫിഖിന്റെ ഗ്രന്ഥങ്ങളും പറയുന്നു വലാ യസീറുൽ മയ്യിത്തു. ഞാൻ എന്തിനാ ഒരു ഇബാദത്ത് വായിക്കുന്നു? സാധാരണക്കാര് ഈ മസാലകളൊക്കെ ചില ഗ്രാമപ്രദേശങ്ങൾ ചെന്ന് പറയുമ്പോ യബ്നാദിങ്ങളൊക്കെ ഓടിപ്പറിച്ചിട്ട് ചോദിച്ചു. എന്തേ കാരണം? മയ്യത്തിന് ജനാപത്തുണ്ടായ കൊലിപ്പിക്കണ്ടെന്ന് അപ്പൊ മസല ഏത് മൊയിലേര് പറഞ്ഞത് അതിനൊക്കെ ചോദിച്ചാൽ ഒരുപാട് തള്ളാറുണ്ട്. ഇന്നോട് ചോദിച്ച തള്ളാരെ എനിക്കറിയാം. പക്ഷെ അവസാനം ഞാൻ കഴിവിന്റെ പരമാവധി പാടുപെട്ടിട്ടാണ് അവരുടെ കൽബിൽ നിന്ന് അത്തരം മസാലകളൊക്കെ ഞാൻ ഊരിക്കളഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു കിതാബിന്റെ 2-3 കിതാബിന്റെ ഇബാദത്ത് വായിച്ചിട്ടാണ് ആ ഉസ്താദ് ക്ലാസ് എടുത്തതെന്ന് സാധാരണ സഹോദരിമാർക്ക് പറയാൻ വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം ഒരു ഇബാദത്ത് വായിക്കാന്. വലാ യസീറുൽ മയ്യിത്തു, മയ്യത്ത് ആകൂല, ജുനുബൻ വലിയ അശുദ്ധിക്കാരനാകൂല, അല്ലെങ്കിൽ വലിയ അശുദ്ധിക്കാരത്തിയാകുകയില്ല, ബിവത്ത് ഇൻ വത്ത് കൊണ്ട്, ഔ ഗൈരിഹി അല്ലെങ്കിൽ വത്ത് അല്ലാത്തത് കൊണ്ട്. മയ്യത്തിന് ഒരാളാണ്ട് വത്ത് ചെയ്തു, ഒരു മരിച്ചു കിടക്കുന്ന ഒരു പെണ്ണിനെ ഒരാൾ പോയിട്ടാണ്ട് വത്ത് സിനാ ചെയ്തു, അല്ലെങ്കിൽ ആ മയ്യത്തിൽ നിന്ന് മനിയ് പുറപ്പെട്ടു, ഒരു കാരണം കൊണ്ടും മയ്യത്ത് ജനാപത്തുകാരനോ ജനാപത്തുകാരത്തിയോ ആകുകയില്ല. വലാ മുഹ്ദസൻ, അശുദ്ധിക്കാരൻ ചെറിയ അശുദ്ധിക്കാരനുമാകൂല. ബിമസ്സിൻ, തൊടലുകൊണ്ട്. മരിച്ചു കിടക്കുന്ന കുലിപ്പിച്ചു കിടത്തി ഒലുണ്ടാക്കി കൊടുത്ത ഭാര്യയെ ചെന്ന് ഭർത്താവ് കെട്ടി അനുഭവിച്ചു. ചുംബിക്കൊന്നല്ല ചെയ്തത് നോക്കുക. എന്തെങ്കിലും ഇഷ്കാലാണ്ട് തീരത്തേച്ചിട്ടാ പകരം കെട്ടി അനുഭവിച്ചെങ്ങാത് ഭാര്യനെ. മയ്യത്താവുന്ന ഭാര്യന്റെ ഒന്നും മുറിയില്ല. ബിമസ്സിൻ, തൊടലുകൊണ്ട്. ഔഐരിഹി, അല്ലെങ്കിൽ അതല്ലാത്ത വേറെന്തെങ്കിലും കാര്യം മയ്യത്തിൽ നിന്ന് ഒലുമുറിയുന്ന കാര്യം, കുലിപ്പിക്കലും ഒലുണ്ടാക്കലും കുലിപ്പിക്കലൊക്കെയും കഴിഞ്ഞതിന്റെ ശേഷം ഒന്നായിട്ടത് വയറ്റുന്നോയി, മൂത്തലും പോകാനും വയറ്റിനും പോവുക. എന്താ 1.5 ചിപ്പില് കൊയലിക്കൂടെ പോകുമ്പോൾ അത് പോവുകയാണ് മയ്യത്തിന് ഒലുണ്ടാക്കി കഴിഞ്ഞ ശേഷം. അതുകൊണ്ടും മയ്യത്ത് ചെറിയ അശുദ്ധിക്കാരനാവുകയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള തെറ്റായ വലിയ ഒരു ധാരണ, ഞാൻ ഫസ്റ്റിലൊക്കെ ഇത് പറഞ്ഞതാണ്, പക്ഷെ ആ ക്ലാസ്സിലൊന്നും അതിന്റെ ഇബാദത്തുകൾ പറയാതെ നമ്മളിങ്ങനെ കുലിപ്പിച്ച് ഇങ്ങനെ അത് പോണതാണ്. അപ്പൊ ഇനി അതിലുള്ള ഇഷ്കാലുകൾ 100% തീർക്കലാണ് എന്റെ ലക്ഷ്യം. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. അതിന്റെ ബാക്കി ക്ലാസ് ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ 10 മണിക്കുണ്ടാകുമെന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. രക്തം രജസിൽ നിന്ന് നിൽക്കാതെ രക്തം വന്നാൽ, നിൽക്കാതെ മൂത്രം വന്നാൽ, നിൽക്കാതെ മലം വന്നാൽ ഈ മയ്യത്തുകളെ കൊണ്ട് എല്ലാം എന്ത് ചെയ്യണം? അങ്ങനെ സംഭവിക്കാം. വിഷമം കൊണ്ട് കെട്ടിപ്പിടിച്ചേക്കാം. മുസ്തഫാലൂരൊക്കെ പറയാന്ന്, ചിലപ്പം ഭാര്യ മരിച്ചു എന്റെ നാട്ടിലെത്തുമ്പോഴേ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ നമുക്ക് എല്ലാവർക്കും. ഏതായാലും ഒന്നിരിക്ക ആരെങ്കിലും ഒരാൾ ആദ്യം മരിക്കാതിരിക്കൂല. പണ്ട് പനിക്കലെടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു, അല്ല പനിക്കലെ ഞാനാ ആദ്യം മരിക്കുക ഭാര്യ ആദ്യം മരിക്കാന്ന് വെച്ചു. കണക്കോക്കിയതാണ്. ഞാൻ ആദ്യം മരിക്കാം, ഭാര്യയാണ് ആദ്യം മരിക്കാന്ന് വെച്ച്. അപ്പൊ ഇയാള് പറഞ്ഞു നിങ്ങളാണ് ആദ്യം മരിക്കാനാണ്. അപ്പൊ പനിക്കൽ ഒപ്പം ഒരാൾ വേറൊരാൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇയാള് അങ്ങോട്ട് പോയി. അപ്പൊ ഇയാൾ ഈ പനിക്കൽ ഒപ്പം ഇരിക്കാൻ ആലോചിച്ച്, അല്ല പനിക്കല ഇത്ര ധൈര്യത്തിൽ നിങ്ങൾ എങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ഇത്ര ധൈര്യമായിട്ട് അയാളാണ് ആദ്യം മരിക്കുക, അയാളെ ഭാര്യ ആദ്യം മരിക്കാൻ സാധ്യതല്ലേന്ന് ചോദിച്ചു. അപ്പൊ പനിക്കൽ പറഞ്ഞു, അല്ല എങ്ങനെ, ഒരു മിനിറ്റ് സോറി, പനിക്കൽ എങ്ങനെ പറഞ്ഞു? ഭാര്യനെ ആദ്യം മരിക്കാനാണ്, ഭാര്യന് ആദ്യം മരിക്കാനാണ്. അപ്പൊ ഇയാൾ ചോദിച്ചു, ഇയാൾ പോയ എന്താ പണിക്കൽ എത്ര ധൈര്യത്തിൽ നിങ്ങൾ എങ്ങനെ ഇത് പറഞ്ഞത് എന്ന് വെച്ചു. ഭാര്യനെ. അപ്പൊ അയാൾ പറഞ്ഞു, അയാളെ ഭാര്യനെ ആദ്യം മരിച്ചു എന്ന് വെക്കുക. ഞാൻ പറഞ്ഞത് ശരിയായി. പിന്നെ അയാളിപ്പോ അല്ല ഞാൻ പറഞ്ഞത് ശരിയാവാതെ അയാളാണ് ആദ്യം മരിച്ചത് എന്ന് വെക്കുക. എന്തായാലും പഞ്ചായത്ത് വല്ല പണിക്കരെ നിങ്ങളെ കണക്ക് പഴച്ചിക്കണ്, നിങ്ങളെ രാശി വെച്ചത് പഴച്ചിക്കണ്, നിങ്ങളെ കവതി മറിഞ്ഞത് പഴച്ചിക്കണ്. കാരണം ഞാനാലോ ആദ്യം മരിച്ചെന്ന് ചോദിച്ചാൽ അയാൾ ഇന്ത്യ അടുത്തേക്ക് വരൂല്ലല്ലോ എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഏതായാലും ഒരു മരണം ചിലപ്പോൾ രണ്ടും ഒപ്പമാവാം,
ചിലപ്പോ ഒരാൾ മരിച്ചിട്ടാവാം. ഇന്നലെ 1-2 ആൾക്കാർ പറഞ്ഞത് ഏതായാലും ഭാര്യന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കേണ്ടത് ഭർത്താവാണെങ്കിൽ ഭാര്യ ആദ്യം മരിക്കലാണ് നല്ലത്, എന്നാ ഭർത്താവിന് ഈ സുന്നത്ത് കിട്ടുമല്ലോ. നല്ല ചിന്താഗതിക്കാരാട്ടോ. പൊന്നാരന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, ഈ സൈസേലെ നിങ്ങൾ വെച്ചു പുലർപ്പിക്കുന്നത് കാരണം, അതായത് ഇന്നലെ നമ്മളൊരു മസ്അലാണ്, കഫൻ ചെയ്യുമ്പോ ഭാര്യന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കാൻ ഏറ്റവും അവകാശപ്പെട്ടത് ആരാകുന്നു? ഭർത്താവാണ്. അപ്പോൾ ഒരാൾ പറയാൻ അങ്ങനെയാണെങ്കിൽ ഭാര്യ ആദ്യം മരിച്ചാലല്ലേ ഭർത്താവിന് ഈ സുന്നത്ത് കിട്ടുമല്ലോ. സുന്നത്ത് കിട്ടുമല്ലോ. ഈ സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം മരിക്കാൻ വേണ്ടി ദ്വാരിക്കുന്ന സൈസേലും നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഏതായിരുന്നാലും നിക്ക് വേറൊരു അഭിപ്രായം എന്താ അവിടെ, ഭർത്താവിന് അങ്ങനെ ഒരു സുന്നത്ത് കിട്ടുമെങ്കിൽ ഭർത്താവിന് ഭാര്യക്കും സുഖമുണ്ട്. ഈ ഭർത്താവ് മരിച്ചാൽ പിന്നെ ഈ 4 മാസം 10 ദിവസം ഈ മൂലക്കരിക്കണ്ട, അങ്ങനെ ഒരു ലാഭം കിട്ടും. പിന്നെ ഭർത്താവിന് രണ്ടാമത് വന്നെത്താനുള്ളൊരു അവസരം കൂടിയും കിട്ടും എന്നും ഞാൻ എന്റെ വക അത്തരം ശ്രോതാക്കളോട് പറയുകയാണ്. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത്, സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം. ഒരു ഭാര്യ മരിക്കുമ്പോ അല്ലെങ്കിൽ ഭർത്താവ് പെട്ടെന്ന് മരിച്ച് മയ്യത്ത് കാണുമ്പോ യാദർശികമായി കുളിപ്പിച്ച് കഫൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ മയ്യത്തിലെ പെട്ടെന്ന് ചുംബിച്ചേക്കാം. അപ്പൊ അവരഞ്ഞി നിങ്ങളുടെ മഹല്ലത്തില് ഈ ഒരു ധാരണ ഉണ്ടാവാൻ പാടില്ല. അവരുടെ മയ്യത്തിന്റെ ഒളു മുറിഞ്ഞല്ലോ, ഇനി എന്താ കാത്തുക, ഇവിടെ കഫൻ ചെയ്യൽ കഴിഞ്ഞിരിക്കണല്ലോ, കഫൻ തുണി കത്തയിക്കണല്ലോ. ധൈര്യമായി നിങ്ങൾ എല്ലാവരോടും ഈ മസ്അല പഠിപ്പിക്കണം. ഞാൻ ഇത്തര ഗൗരവത്തിൽ ഈ മസ്അല പറയാൻ കാരണം, ഗ്രാമപ്രദേശങ്ങളിൽ വളരെ തെറ്റായ ഒരു ധാരണ നിലനിൽക്കുന്ന ഒരു മസ്അല എന്ന നിലക്കാണ്. മയ്യത്തിന്റെ വുളൂ, മയ്യത്തിന്റെ കുലി കഴിഞ്ഞാൽ ഇനി അത് രണ്ടാമത് മടക്കി ചെയ്യേണ്ട ഒരു കോലം ശാഫിഈ മദ്ഹബിൽ ഇല്ല. ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതുവരെ പറഞ്ഞത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞത് ഗൗരവം അറിയിച്ചും കൊണ്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് പറയാനുള്ളത്, മയ്യത്തിൽ നിന്ന് കുളിപ്പിച്ച് കഴിഞ്ഞതിന്റെ ശേഷം രക്തം വന്നും കൊണ്ടേ ഇരിക്കുന്നു, അല്ലെങ്കിൽ മൂത്രം വന്നും കൊണ്ടേ ഇരിക്കുന്നു, മലം വന്നും കൊണ്ടേ ഇരിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്തു ചെയ്യണം? അല്ലാഹു തആല നമുക്ക് അത് വളരെ വ്യക്തമായി അവിടെ ഒരുപാട് മസ്അല, ചിലപ്പം തുന്നിപ്പിടിപ്പിക്കേണ്ട മസ്അല ഉണ്ട്. എങ്ങനെ? മയ്യത്തിൽ നിന്ന് രക്തം വന്നും കൊണ്ടേയിരിക്കാൻ പഞ്ഞി വെച്ച് കെട്ടി ഒന്നും നടക്കുന്നില്ല, രക്തം നിൽക്കുന്നില്ല. പറഞ്ഞു ഇനി അത് തുന്നുകയല്ലാതെ ആ രക്തം നിൽക്കാൻ മറ്റു മാർഗങ്ങളില്ല. അങ്ങനത്തെ അവസ്ഥ വന്നാൽ അവിടെ തുന്നുകയാണോ വേണ്ടത്, അതല്ല പഞ്ഞി വെച്ച് കെട്ടുകയാണോ വേണ്ടത്? പഠിക്കേണ്ട മസ്അലയാണ്. അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് ചെറുപ്പക്കാര് ഭാര്യന്മാരുടെ വാക്ക് കേട്ട് വെള്ളം മുടിയിലേക്ക് ചേരാത്ത രൂപത്തിലും മീശ കറപ്പിച്ചവരുണ്ട്, താടി കറപ്പിച്ചവരുണ്ട്, മുടി കറപ്പിച്ചവരുണ്ട്. നിർബന്ധമായ കുലിയുടെ സമയത്ത് മുടിയിലേക്ക് വെള്ളം ചേർന്നിട്ടില്ലെങ്കിൽ ആ കുലി സഹിയാകുകയില്ല. മയ്യത്ത് കുലി നിർബന്ധമായ കുലിയാണ്. ജീവിതകാലത്ത് വെള്ളം ചേർക്കൽ നിർബന്ധമായ എല്ലാ ഭാഗത്തേക്കും വെള്ളം ചേർക്കൽ നിർബന്ധമാണ്. ഈ ചെറുപ്പക്കാരന്റെ ആ ദീനീബോധമില്ലായ്മ കാരണം അവന്റെ മുടി കറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ ആ മീശ വധിക്കണോ വധിക്കണ്ടയോ, ആ തലമുടി വധിക്കണോ വധിക്കണ്ടയോ? അതുപോലെ തന്നെ വയസ്സായ ചില സഹോദരിമാര് മരിക്കുമ്പോ മുടി ചതക്കുറ്റി മുടി പിരിയുന്നത് കാണാം. എന്ത് ചെയ്താലും അത് കത്തയിക്കാൻ സാധിക്കാത്ത രൂപത്തില് മുടി ചതക്കുത്തുന്ന ചില രോഗികളെ, സ്ത്രീകളെ കാണാം. പക്ഷേ വെള്ളം ചേർക്കാൻ യാതൊരു മാർഗവുമില്ല. ആ സമയത്ത് ആ മയ്യത്തിന് തയമ്മം ചെയ്തു കൊടുക്കുകയാണോ വേണ്ടത്, അതല്ല ആ മുടി കത്തിയെടുത്ത് വരന്തിക്കളയുകയാണോ വേണ്ടത്? പ്രിയപ്പെട്ടവരെ, മുടി കറപ്പിച്ചവര് ശ്രദ്ധിച്ചോളൂ. തന്റെ ജീവിതത്തിലെ മരണം ഏതു സമയത്ത് പിടികൂടി റബ്ബേ, എന്റെ കുലി സഹീഹാവാത്ത ഒരു മരണം എന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവർ വിവരമില്ലായ്മ കൊണ്ടോ ബുദ്ധിമോശം കൊണ്ടോ എന്റെ ഈ ക്ലാസ് റൂമിലെ ശ്രോതാക്കളിൽ നിന്ന് ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം ആ മുടി ഒന്ന് മൊട്ടയടിച്ച്, തൽക്കാലം പുതിയ മുടി വന്നാൽ നരച്ചതെങ്കിൽ നരച്ചത്, ഞാൻ ഇനി വെള്ളം ചേരാത്ത രൂപത്തിലുള്ള ഒരു കറപ്പിക്കൽ നടത്തുകയില്ല എന്ന നല്ല ഉറച്ച തീരുമാനത്തോടുകൂടെ പരിഹാരം കാണണമെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ്
മയ്യത്തിനെ തുന്നിപ്പിടിപ്പിക്കലും, രക്തം വന്നാൽ അത് തടഞ്ഞു നിർത്തലും, കഫൻ തുണിയിലായാൽ ആ കഫൻ തുണി കഴുകണോ, പള്ളിയിൽ വെച്ച് കഫൻ തുണിയിലായാൽ പള്ളിയിൽ വെച്ച് ഇനി മയ്യത്ത് എന്തു ചെയ്യണം, ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. നമ്മുടെ സംഘടനാ പ്രവർത്തകർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്, കുടുംബ മിത്രാദികൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്, മഹല്ല് കമ്മിറ്റിക്കാർക്ക് നമ്മൾ ബോധം നൽകേണ്ടതാണ്. അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ ഇവിടെ ഇന്ന് ക്ലാസ് അവിടെ അവസാനിപ്പിക്കുകയാണ്. ബാങ്കുകൊടുത്ത് ഞാനൊരു ക്ലാസ് തുടങ്ങിയപ്പോൾ അങ്ങനെ പോയതാ. ബാങ്കുകൊടുത്ത് കുറെ നേരെ ആയിട്ടുണ്ട്, ഭക്ഷണമൊക്കെ കഴിക്കാനുണ്ട്. വേറെ ഏതെങ്കിലും ഉസ്താദന്മാരോ ആരെങ്കിലും ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ മൈക്കയിലേക്ക് വരിക, അല്ലെങ്കിൽ പറ്റാവുന്നവർ വക്കോത് വെക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും നാളെ രാവിലെ മരിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ മഹത്തായ തൗഫീക്ക് കൊണ്ട് ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി കുറെ ഇബാദത്തുകൾ വായിച്ചു. പക്ഷേ ഇനിയുള്ള മസാലകൾ അവയവങ്ങൾ വൈക്കന്ന് കിട്ടിയാൽ ഞാൻ ഒന്നുകൂടി ഒരു പുതിയ ശ്രോതാക്കൾ വീണ്ടും കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പറയുന്നു, ഒരു അവയവം കയ്യിൽ കിട്ടിയ അത് മരിച്ചവന്റേതാണോ ജീവിച്ചിരിക്കുന്നവന്റേതാണോ മുസ്ലിമിന്റേതാണോ അമുസ്ലിമിന്റേതാണോ ഒന്നും അറിയാത്ത സാഹചര്യങ്ങൾ ഇന്ന് ആക്സിഡന്റ് മരണങ്ങളിൽ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ ഇസ്ലാമിക വിധി നിങ്ങളൊക്കെയും പഠിക്കാൻ തയ്യാറാവണം. മറ്റുള്ള സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഓൺലൈനിലുള്ള മുഴുവൻ സുഹൃത്തുക്കളെയും ഇത്തരം ചർച്ചകളൊക്കെയും KMIC-യിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് KMIC-യിൽ ഇരിക്കാം. നമുക്ക് ആവശ്യമായത്, നമുക്ക് വേണ്ടപ്പെട്ടത്, നമ്മുടെ കുടുംബത്തിന് വേണ്ടത്, ഞാൻ മരിക്കുമ്പോൾ ആവശ്യമുള്ളത് ഒക്കെയും നൽകുന്ന ഓൺലൈൻ രംഗത്തുള്ള ഒരു മഹത്തായ ക്ലാസ് റൂം, അത് നമ്മുടെ ഈ ക്ലാസ് റൂം എന്ന നിലക്ക് പുതിയ ശ്രോതാക്കളായി കടന്നു വരുന്ന എന്റെ പ്രിയപ്പെട്ട മുഴുവൻ ശ്രോതാക്കളോടും നിങ്ങളൊക്കെയും നിങ്ങളുടെ കുടുംബമിത്രാദികളെ, നിങ്ങളുടെ കൂട്ടുകാരെ, നിങ്ങളുടെ നാട്ടുകാരെ KMIC-യുടെ ശ്രോതാക്കളാക്കി മാറ്റിയാൽ അതിന്റെ ഗുണം സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും. നാളെ ഏതെങ്കിലും ജുമാഅത്ത് പള്ളിയുടെ ചാരത്ത് ഒരു മഞ്ഞപ്പാവുത്തയുടെ 6 മണ്ണിന്റെ താഴ്ഭാഗത്ത് കിടന്നുറങ്ങുമ്പോൾ KMIC-യിൽ ഇരുന്നതിന്റെ മഹത്വം അന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. ഞാൻ ഇന്നലെ ഉണർത്തിയതുപോലെ നമ്മളെ ഖബറിലേക്ക് വെച്ച് അവസാനത്തെ 3 കല്ല് വെക്കുന്ന സമയത്ത് ചിന്തിക്കും മനുഷ്യൻ, ഈ ഖബറിലേക്ക് ഉപകരിക്കുന്ന പലതും KMIC കൈകാര്യം ചെയ്തിരുന്നു. അന്ന് ഞാൻ സംഘടനാ വിരോധം കാരണം, അതല്ലെങ്കിൽ എന്റെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ അതിനൊക്കെയും എതിർക്കുന്നവനായിരുന്നു. ഞാൻ ഈ സമയത്തിനൊന്ന് ഉണർത്താൻ കാരണം ഇത്തരം ക്ലാസുകൾ കേൾക്കാൻ വേണ്ടി നമ്മുടെ സംഘടനയോട് യോജിപ്പില്ലാത്ത ഒരുപാട് സഹോദരന്മാർ നമ്മുടെ KMIC-യുടെ റേഡിയോ ശ്രോതാക്കളിലുണ്ട്. അവരോട് ഞാൻ വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ എന്റെ വിവരം വെച്ച് ഞാൻ പറയുകയാണ്, മാന്യമായി പറയുന്നു. ഈ KMIC മുസ്ലിം സമുദായത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്തിനും മുസ്ലിമീങ്ങളുടെ ദുന്യവിയും മുഖറവിയുമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതിനു നേതൃത്വം നൽകുന്ന ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദും അതുപോലെ തന്നെ നൂറുൽ ഉലമ MA ഉസ്താദൊക്കെയും പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചും കൊണ്ടാണ് KMIC മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ആ ഒരു ചിന്തന്റെ മുന്നേ ഈ ഭൗതികമായ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായതൊക്കെയും നേടിയെടുത്ത് മരണസമയം മുഅ്മിനീങ്ങളുടെ അലാമത്ത് വലിവായി മരിക്കാൻ അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ മരിച്ചില്ലെങ്കിൽ നമ്മളെ KMIC-യുടെ മൗലിദിന് ശേഷമുള്ള ഫിഖ്ഹിയായ ചർച്ചയിൽ വരുമെന്ന് ഉണർത്തി ദുആ വസിയത്തോടെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എല്ലാവരോടും നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ നാടുകളിലൊക്കെ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട വല്ല ആചാരങ്ങളോ ഒരു ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങൾ PM അയക്കുകയോ അതല്ലെങ്കിൽ മൈക്ക് എടുത്ത് ചോദിക്കാം. ഇപ്പൊ വേണ്ട, ഇപ്പൊ ഏകദേശം വരെ ഇപ്പൊ മൈക്കെടുത്ത് ചോദിച്ചാൽ പള്ള പൈച്ച നേരാണ്, വല്ലാതെ ഉത്തരം കിട്ടിക്കോന്നില്ല. രാവിലെ സമയത്തിന്റെ 1-2 ക്ലാസ്, 2 ക്ലാസും കൂടി കഴിഞ്ഞിട്ട് നിങ്ങളുടെ നാടുകളിലൊക്കെ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്കെടുത്ത് ചോദിക്കാം. ആർക്കും ഈ മലയാളത്തിൽ PM അയക്കാം. ഇംഗ്ലീഷിൽ ഞാൻ പബ്ലിക്കിൽ അങ്ങനെ മംഗ്ലീഷൊക്കെ അടിക്കും, പക്ഷേ മംഗ്ലീഷിൽ വരുന്ന ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകില്ല. കാരണം ചോദ്യകർത്താവിന്റെ ഉദ്ദേശവും വായിക്കുമ്പോൾ എന്റെ ഉദ്ദേശവും പരസ്പരം വൈരുദ്ധ്യമാവാറുണ്ട്, പലതും ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പല സമയത്തുണർത്തുന്നത് പോലെ ഈ KMIC-യുടെ വിജയത്തിനു വേണ്ടി
പ്രവർത്തിക്കുന്ന ഒരുപാട് അധിമിനിമാർ നമ്മുടെ തിരുവമ്പാടി, അതുപോലെ തന്നെ മുസ്തഫാലൂർ, അങ്ങനെ ഒരുപാട് അധിമിനിമാരുണ്ട്. നിങ്ങളുടെ ആ മംഗ്ലീഷ്, നിങ്ങൾക്ക് മലയാള അക്ഷരങ്ങൾ ഇല്ലെങ്കിൽ ആ മംഗ്ലീഷ് നേരെ അത്തരം അധിമിനി കോഡിലുള്ള നമ്മുടെ ജലീൽ മദവൂരായാലും ഷെരീഫ് ഗുസ്താനാബാദ് ആയാലും KMIC കൂരിയാദായാലും ജൈന്ദർക്കരിപ്പൂർ ആയാലും ആരുടെ അധിമിനി കോഡ് ആ തലപ്പാവ് കെട്ടിങ്ങനെ ഇരിക്കുന്ന കുറച്ച് കൂട്ടക്കാരതാ. ഞാൻ പിന്നെ തലപ്പാവ്, എന്റെ തലയിലൊരു തലപ്പാവുണ്ട്, ഞാൻ അതിന്റെ പുറമൊരു തലപ്പാവ് വാണ്ടാച്ചിട്ടാണ്. ഏതായാലും നമ്മളെ KMIC ആ തലപ്പാവ് ധരിച്ചിരിക്കുന്ന അവരുടെ ആരുടെ ഇതിലേക്ക് നിങ്ങൾ ആ മംഗ്ലീഷ് അയച്ചാലും അവർ മലയാളമാക്കി എനിക്ക് അയച്ചു തരും. അല്ലെങ്കിൽ അവരെന്ത് ചെയ്തോലും മൈക്കെടുത്ത് ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഉസ്താദെ, പക്ഷെ എനിക്കൊരു നിബന്ധനയുണ്ട്, ഒരു വിഷയത്തിൽ എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ചോദ്യം വരാവൂ. കാരണം ഒരുപാട് സാധാരണക്കാർക്കുള്ള സംശയങ്ങൾ എനിക്കറിയാം. അതൊക്കെ സാധുവായ ഞാൻ കഴിവിന്റെ പരമാവധി ക്ലാസുകളിൽ ഉൾക്കൊള്ളിക്കാറുണ്ട്. അപ്പൊ പിന്നെ പുതിയ ശ്രോതാക്കളോ മുമ്പ് പറയുന്നത് കേൾക്കാത്തവരൊക്കെ ഉണ്ടാവല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ മൈക്കത്ത് ചോദിച്ചോലും അല്ലെങ്കിൽ അവർ മലയാളമാക്കി അയച്ചോലും. അതുകൊണ്ട് മംഗ്ലീഷിൽ PM അയക്കുന്ന പലവരും എന്റെ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് അതിന് ഉത്തരം കിട്ടിയില്ല എന്ന് ആരും പരിതാപപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുന്നു. എന്റെ ക്ലാസ് റൂമിലുള്ള ഉസ്താദന്മാരോട് പ്രത്യേകിച്ച് കഴിവിന്റെ പരമാവധി പല പ്രാവശ്യം ഒരുപാട് ഗ്രന്ഥങ്ങളും ഫിഖിന്റെ കിതാബുകളൊക്കെ നോക്കി വീണ്ടും സംശയമാകുമ്പോ നല്ല കിതാബ് തിരിയുന്ന ഉസ്താദന്മാരോടൊക്കെ ചോദിച്ചിട്ടാണ് പലപ്പോഴും മസ്അല പറയാറുള്ളത്. എപ്പോഴും ചിലപ്പോ അതിനേക്കാൾ കൂടുതൽ പറഞ്ഞു നോക്കിയവരുണ്ടാകും. എന്തെങ്കിലും അബദ്ധങ്ങള് കാര്യപ്പെട്ട ഉസ്താദന്മാര് അങ്ങനല്ലല്ലോ ആ മസ്അല പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ സാധുവായി എന്നെ അത് അറിയിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി എല്ലാവരെയും ഉണർത്തി. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഈ ക്ലാസ് റൂമിലൂടെ ഈ ക്ലാസ് റൂം നമ്മുടെ ഇരു ലോകത്തും ഉപകരിക്കുന്ന ക്ലാസ് റൂമാക്കി തീർക്കുമാറാവട്ടെ. ഈ ക്ലാസ് റൂമിന് വേണ്ടി പ്രവർത്തിക്കുന്ന സഹായിക്കുന്ന പലവരുമുണ്ട്. എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നല്ല ഐശ്വര്യവും ഇസ്സത്തും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഈ ക്ലാസ് റൂമിന് വേണ്ടി പ്രവർത്തിച്ച പലവരും മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെയും അവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി തീർക്കുമാറാവട്ടെ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.